കോഴ്സ് BPCC 132 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി. ഇതിലെ ലാസ്റ്റ് ബ്ലോക്കാണ് ഇന്നത്തെ ക്ലാസ്. ബ്ലോക്ക് 1, 2, 3, 4 നമ്മൾ ഫിനിഷ് ചെയ്തു. ബ്ലോക്ക് 5 കൾച്ചർ, സെൽഫ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ. ഇതിൽ ഒരു യൂണിറ്റ് ആണുള്ളത്, യൂണിറ്റ് 10 കൾച്ചർ ആൻഡ് സെൽഫ്. അപ്പോൾ നമ്മളുടെ സംസ്കാരം നമ്മളെങ്ങനെ സ്വാധീനിക്കുന്നു, സംസ്കാരങ്ങളുണ്ടാകുന്ന വ്യത്യാസങ്ങളുടെ കാരണം എങ്ങനെയാണ് നമുക്കൊരു സംസ്കാരം ഡെവലപ്പ് ചെയ്യുന്നത്, ഈ വിഷയങ്ങളൊക്കെയാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ. വെനെവർ വി വിസിറ്റ് എ ഫോറിൻ കൺട്രി, നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ഫോറിൻ കൺട്രി, ഒരു അന്യദേശം നമ്മൾ സന്ദർശിക്കേണ്ടി വരുമ്പോൾ നമ്മൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അതായത് നമ്മളുടെ നാട്ടിലെ ജീവിതശൈലിയും ജീവിത രീതിയും അതും മറ്റൊരു നാടും തമ്മിലുള്ളൊരു വ്യത്യാസങ്ങൾ നമുക്ക് ഒരുപാടധികം കാണാൻ സാധിക്കും. അതിപ്പം അവർ സംസാരിക്കുന്ന ഭാഷയിൽ, അവർ കഴിക്കുന്ന ഭക്ഷണം, അവർ ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സങ്കടം എക്സ്പ്രസ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ ഒരു നാട്ടിൽ നിന്ന്, എസ്പെഷ്യലി ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകുമ്പം ആ ഒരു വ്യത്യാസം വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് അതുപോലെ തന്നെ ഈ ഭക്ഷണം, താമസ രീതികൾ എല്ലാം ഒരുപാട് വ്യത്യാസമാണ്. അതുപോലെ ടൈപ്പ് ആൻഡ് നേച്ചർ ഓഫ് ദ ബോൺസ് ആൻഡ് റിലേഷൻഷിപ്പ്. നമ്മളുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളോടുള്ള നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പരസ്പരമുള്ള ഒരു ബോണ്ടിങ്ങും മറ്റ് ഒരു നാട്ടിൽ അല്ലെങ്കിൽ മറ്റൊരു റീജിയൻ, ഒരു ദേശത്ത് അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ്, എസ്പെഷ്യലി എമംഗ് ദ ഫാമിലി മെമ്പേഴ്സ്, എമംഗ് ദ സൊസൈറ്റീസ്, ഇതിനെല്ലാം വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മളിലുള്ള ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മളുടെ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മളുടെ മാത്രം രീതിയാണെന്നുള്ളത് ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ വ്യത്യാസങ്ങൾ എന്തുകൊണ്ട് വരുന്നു? അപ്പം ഈ ഒരു വ്യത്യാസങ്ങൾക്കൊക്കെ കാരണം നമ്മൾ പറയുന്നത് ഈ സംസ്കാരത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ്. അപ്പം എല്ലാ സംസ്കാരങ്ങളും, ഒന്നും നമുക്ക് മോശം നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും നമുക്ക് നമ്മളുടേതാണ് നല്ലതെന്നോ അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇതെല്ലാം അതിൻ്റെ വഴിക്ക് എങ്ങനെ അങ്ങ് പോവുകയാണ്, അങ്ങനെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കൾച്ചറൽ ഡിഫറൻസ് ആണ് ഈ പറഞ്ഞ ഭക്ഷണത്തിൻ്റെ രീതിയിലാണെങ്കിൽ സംസാരിക്കുന്ന ഭാഷ, അതിലും കൊളോക്കിയലായിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നത്, ഡയലക്ട്സ് ഉപയോഗിക്കുന്നത്, എല്ലാം ഈ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു യൂണിറ്റിൽ എന്താണ് കൾച്ചറിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്നും, എന്താണ് എൻകൾട്രേഷൻ അല്ലെങ്കിൽ അക്കൾട്രേഷൻ, എന്താണ് ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചർ അല്ലെങ്കിൽ കളക്ടിവിസ്റ്റിക് സൊസൈറ്റീസ് എന്താണ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം എന്താണ് കൾച്ചർ, അതിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഇപ്പം കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അതിന് നമ്മുടെ എവരിഡേ ലാംഗ്വേജിൽ നമ്മൾ അതിനെ പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്, പല രീതിയിൽ നമ്മളതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരത്തെ നമ്മളൊരു വംശത്തിൻ്റെതാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇതൊരു ദേശത്ത് നാഷണാലിറ്റി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ അങ്ങനെ പല വേർഡ്സ് നമ്മൾ മാറ്റി മാറ്റി ഉപയോഗിക്കാറ്. എത്നിസിറ്റി ആയിട്ട് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ പൈതൃകമായിട്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ട്രഡീഷൻസ് ആണ് എന്നൊക്കെ നമ്മൾ മാറ്റി മാറ്റി പറയാറുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ കൾച്ചറിന് നമ്മൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്നവർ, അവർ ആ ഒരു കൾച്ചറിലുള്ളവരാണ്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നവർ, അവർ ആ ഒരു കൾച്ചർ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിൽ നമ്മൾ ഈ കൾച്ചർ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ മ്യൂസിക്കിനെ, പർട്ടിക്കുലർ ഡാൻസ്, പർട്ടിക്കുലർ ആർട്ട്, അല്ലെങ്കിൽ ഫുഡ്, ഒരു ക്ലോത്തിങ് സ്റ്റൈല്, ഒരു റിച്വൽസ്, ട്രഡീഷൻസ്, ഇതെല്ലാം അതൊരു പർട്ടിക്കുലർ ഒരു ജോഗ്രഫിക്കൽ ഏരിയ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് ഡീവിയേഷൻസ്, ഒരുപാട് വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ആ ഒരു കംപ്ലീറ്റ് കൾച്ചർ എന്ന് പറയുമ്പോൾ, ഒരു ഇന്ത്യൻ കൾച്ചർ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി സം ബ്രോഡർ പെർസ്പെക്റ്റീവ്സ് ഓഫ് കൾച്ചർ. അപ്പോൾ കൾച്ചറിനെ പറ്റിയിട്ട് പല വ്യൂ പോയിന്റ്സ്, കൾച്ചറിനെ കുറിച്ചുള്ള പല വ്യൂ പോയിന്റ്സാണ് പറയുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പെർസ്പെക്റ്റീവ് ഓഫ് കൾച്ചർ. കൾച്ചറിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ബിഹേവിയേഴ്സ്, അവർ ചെയ്യുന്ന റിച്വൽസ്, ഇത് അത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് പെർസ്പെക്റ്റീവ് ഓഫ് കൾച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്.
അടുത്തത് ഹിസ്റ്ററിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് കൾച്ചർ. അതായത് നമ്മളുടെ ഒരു പൈതൃകം എന്താണ്, നമ്മളുടെ ഒരു വംശം എങ്ങനെയാണ് വരുന്നത്, അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്സ്. അതായത് നമ്മൾ കലാകാലങ്ങളായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു പോക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് ഹിസ്റ്ററിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. അടുത്തത് നോർമറ്റീവ് പെർസ്പെക്റ്റീവ്. നോർമറ്റീവ് പെർസ്പെക്റ്റീവിൽ പറയുന്നത് ഒരു കൾച്ചർ ആകുമ്പം അതിൻ്റെതായ സ്പെസിഫിക് റൂൾസ് ഉണ്ടാവും, നോംസ് ഉണ്ടാവും, റെഗുലേഷൻസ് ഉണ്ടാവും. അതനുസരിച്ചിട്ടാണ് ഒരു കൾച്ചർ പോകുന്നത് എന്നുള്ളതാണ് നോർമറ്റീവ് പെർസ്പെക്റ്റീവിൽ പറയുന്നത്. അടുത്തത് സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ. സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷനിൽ പറയുന്നത് എന്താ, എന്തും നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. അപ്പം ഒരു കൾച്ചർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട പല ബിഹേവിയേഴ്സും ഓരോ പ്രാവശ്യമായിട്ട് നമ്മൾ പഠിക്കുകയും മാറ്റിപ്പടിച്ചും അങ്ങനെയൊക്കെയാണ് ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ പല പ്രശ്നങ്ങൾ വരുന്നു, ആ പ്രശ്നങ്ങൾ ഒരു രീതിയിൽ തരണം ചെയ്യുന്നു, പിന്നെ ആ തരണം ചെയ്യുന്ന ആ രീതി ആ കൾച്ചറിന്റെ ഭാഗമാവുന്നു. ഓക്കെ, അപ്പം ആ രീതിയിലാണ് സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ദെൻ അടുത്തത് സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ്. സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത് ഒരു കൾച്ചർ ആകുമ്പോൾ ആ കൾച്ചറിന് അതിൻ്റെതായ സ്ട്രക്ചേഴ്സ് ഉണ്ട്, സൊസൈറ്റീസ്, ഹൈറാർക്കീസ്, അതിനകത്ത് ഓർഗനൈസേഷനിൽ വരുന്ന എലിമെന്റ്സ്, ഇതെല്ലാം ചേർന്നിട്ടാണ് ആ ഒരു സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ് പറയുന്നത്. ദെൻ ജെനറ്റിക് പെർസ്പെക്റ്റീവ് പറയുന്നത് അതിൻ്റെ ഒരു ജെൻസിസ്, അതിൻ്റെ ഒരു ഉത്ഭവം എങ്ങനെയാണ് എന്നുള്ളതാണ് ജെനറ്റിക് പെർസ്പെക്റ്റീവ് പറയുന്നത്. അപ്പോൾ ദീസ് ആർ സം ഓഫ് ദ 6 ബ്രോഡർ പെർസ്പെക്റ്റീവ്സ് ഓഫ് കൾച്ചർ. ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് പെർസ്പെക്റ്റീവ് ഓഫ് കൾച്ചർ, ദെൻ ഹിസ്റ്ററിക്കൽ പെർസ്പെക്റ്റീവ്, നോർമേറ്റീവ് പെർസ്പെക്റ്റീവ്, സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് കൾച്ചർ, സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ് ആൻഡ് ജെനറ്റിക് പെർസ്പെക്റ്റീവ്. ഇത്രയാണ് 6 പെർസ്പെക്റ്റീവ് പറയുന്നത്. ഇനി കൾച്ചറിന്റെ ഡെഫിനിഷൻ നോക്കാം. ഏതെങ്കിലും 1-2 ഡെഫിനിഷൻ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതാരാണ് കൊണ്ടുവന്നത്, ഏത് വർഷമാണ് കൊണ്ടുവന്നത്, ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ ഒരു ഡെഫിനിഷനിൽ നമുക്ക് കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടോട്ടാലിറ്റി. അതായത് ഇത് ഒരു നമ്മളുടെ ഒരു കൂടിച്ചേരൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇറ്റ്സ് എ ടോട്ടാലിറ്റി, അല്ലെങ്കിൽ ഒരു കൂട്ടം എന്ന് നമ്മൾ പറയാം. സോ ഇറ്റ്സ് എ ടോട്ടാലിറ്റി ഓഫ് ഇക്വലന്റ് ആൻഡ് കോംപ്ലിമെന്ററി ലേൺഡ് മീനിങ്സ് മെയിൻറ്റെയിൻഡ് ബൈ ഹ്യൂമൻ പോപ്പുലേഷൻ. അപ്പോൾ ഒരു ഹ്യൂമൻ പോപ്പുലേഷൻ ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത്. ഓർ ബൈ ഐഡന്റിഫയബിൾ സെഗ്മെന്റ്സ് ഓഫ് എ പോപ്പുലേഷൻ, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെ ഒരു കുറച്ച് ഭാഗം അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ചേർന്ന് വരുന്നു. ഐഡന്റിഫയബിൾ സെഗ്മെന്റ്സ് ഓഫ് പോപ്പുലേഷൻ ദാറ്റ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ്. അപ്പോൾ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ആവുമ്പോഴും, അതായത് അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ ഇപ്പോൾ ഒരു പേരൻസ്, അപ്പം നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ജനറേഷൻ ഓരോ ജനറേഷനിലേക്കും ഇതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുകയാണ്. ആ ഒരു പെർട്ടിക്കുലർ കൾച്ചർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അതാണ് കൾച്ചറിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത്. സോ ഇറ്റ്സ് എ ടോട്ടാലിറ്റി ഓഫ് ഈക്വലന്റ് ആൻഡ് കോംപ്ലിമെന്ററി ലേൺഡ് മീനിങ്സ് മെയിൻറ്റെയിൻഡ് ബൈ എ ഹ്യൂമൻ പോപ്പുലേഷൻ ഓർ ബൈ ഐഡന്റിഫയബിൾ സെഗ്മെന്റ്സ് ഓഫ് പോപ്പുലേഷൻ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ്. ഓക്കെ, ദെൻ അടുത്തത് ട്രാൻഡിസ് എൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് 1972 തന്ന ഡെഫിനിഷൻ അനുസരിച്ച് കൾച്ചർ ഇൻക്ലൂഡ് സം ഒബ്ജക്റ്റീവ് ആസ്പെക്ട്സ് സച്ച് ആസ് ടൂൾസ്. അപ്പം ചില രീതികളുണ്ട്, അതാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ആസ്പെക്ട്സും അതുപോലെ സബ്ജക്റ്റീവ് ആസ്പെക്ട്സ്. അപ്പം നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ ഷെയർ ചെയ്യുന്ന ചില ബിലീഫ്സ്, അതിപ്പം റിലീജിയസ് ബിലീഫ്സ് ആയിക്കോട്ടെ, അല്ലാത്ത ബിലീഫ്സ് ആയിക്കോട്ടെ, ദെൻ ആറ്റിറ്റ്യൂഡ്സ്, നമ്മളുടെ ഒരു മനോഭാവങ്ങൾ, നമ്മൾ വെക്കുന്ന ചില റോൾസ്, നോംസ്, വാല്യൂസ്, ഇതെല്ലാം ചേർന്നിട്ടാണ് കൾച്ചർ എന്നാണ് പറയുന്നത്. അടുത്തത് ജഹോദയുടെ ഡെഫിനിഷൻ അനുസരിച്ച് കൾച്ചർ ഇസ് എ ഡിസ്ക്രിപ്റ്റീവ് ടേം ദാറ്റ് ക്യാപ്ചേഴ്സ് നോട്ട് ഓൺലി റൂൾസ് ആൻഡ് മീനിങ്സ്. അപ്പം അവിടെ റൂൾസും മീനിങ്സും മാത്രമല്ല, മറിച്ച് അവിടെ ബിഹേവിയേഴ്സ് കൂടിയുണ്ടെന്നുള്ളതാണ് ജഹോദയുടെ ഡെഫിനിഷൻ. ദെൻ നെക്സ്റ്റ് ഇസ് മത്സുമോട്ടോ ആൻഡ് ജുവാങ്ങിന്റെ ഡെഫിനിഷൻ ഇൻ 2008. അപ്പം ഇതിൽ പറയുന്ന നോക്കി, ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൾച്ചർ എന്ന് പറയുന്നത് ഒരു ഡൈനമിക് സിസ്റ്റം ഓഫ് റൂൾസ് ആണ്. അപ്പോൾ സ്റ്റാറ്റിക് അല്ല, ചിലപ്പോൾ ഈ റൂൾസ് മാറാം, റൂൾസിൽ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരാം. സോ കൾച്ചർ ഇസ് എ ഡൈനമിക് സിസ്റ്റം ഓഫ് റൂൾസ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ്. അപ്പോൾ ഒരാൾ പുറമേക്ക് നമ്മൾ കാണിക്കുന്നതും അതുപോലെ നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് അറിയുന്നതുമായിട്ടുള്ള റൂൾസ് അതിനകത്ത് വരുന്നുണ്ട്. എസ്റ്റാബ്ലിഷ് ബൈ ഗ്രൂപ്പ്സ്, അപ്പോൾ ഒരു ഗ്രൂപ്പാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഇൻ ഓർഡർ ടു എൻഷുർ ദെയർ സർവൈവൽ, അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട്, അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ്, വാല്യൂസ്, നോംസ് ആൻഡ് ബിഹേവിയേഴ്സ് ഷെയർഡ് ബൈ എ ഗ്രൂപ്പ് ബട്ട് ഹാർബേർഡ് ഡിഫറെൻ്റ്ലി ബൈ ഈച്ച് സ്പെസിഫിക് യൂണിറ്റ്. അപ്പം ഇതിനകത്ത് ഈ ഗ്രൂപ്പിൽ എല്ലാവരും ഇത് ഷെയർ ചെയ്യുന്നെങ്കിലും അതിനകത്ത് തന്നെ ചില ഡിഫറൻസസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം ഒരു കൾച്ചറാണ്, പക്ഷെ അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേരിയേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഷെയർഡ് ബൈ എ ഗ്രൂപ്പ് ബട്ട് ഹാർബേർഡ് differently by each specific unit within the group, communicated across generations, relatively stable but with the potential to change across time. അപ്പോൾ ഇത് ഏകദേശം റിലേറ്റീവ്ലി സ്റ്റേബിൾ എന്ന് പറയാം, എന്നാലും
ചില സമയത്ത് ഇതിനൊരു ചേഞ്ചും സംഭവിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 20 വർഷം മുമ്പുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല. ഇപ്പൊ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അത്ര കണ്ട് മാറിക്കഴിഞ്ഞപ്പോൾ അല്ലെ അഡ്വാൻസ്മെന്റ് വന്നതുകൊണ്ട് നമ്മൾ മൊത്തം വേൾഡിൽ തന്നെ പല കൾച്ചേഴ്സിലും ചേഞ്ചസ് വന്നു. ഓക്കെ, സോ അങ്ങനെയുള്ള ചേഞ്ചസ് വരും. അത് ഇന്നെവിറ്റബിൾ ആണെന്ന് തോന്നുമ്പോൾ നമ്മൾ അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, ദെൻ കമ്പോണൻസ് ഓഫ് കൾച്ചർ. കൾച്ചറിന്റെ കമ്പോണൻസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന്. ഫസ്റ്റ് വൺ, ഇറ്റ്സ് എ ഡൈനമിക് നേച്ചർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാറുള്ളതാണ്. സോ കമ്പോണൻസ് ഓഫ് കൾച്ചർ, കൾച്ചറിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ്സ് ഡൈനമിക് നേച്ചർ. ഇപ്പോൾ ഡൈനമിക് നേച്ചർ എന്ന് പറയുമ്പോൾ ദർ ഈസ് ഓൾവേസ് എ സർട്ടൺ എമൗണ്ട് ഓഫ് ഡൈവേർജൻസ്. ഒരു വ്യതിയാനം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പൊ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻസിന് ഒരു കൾച്ചറുണ്ട്. പക്ഷെ എല്ലാ ഇന്ത്യൻസും ഒരേപോലെ ആ കൾച്ചർ നോക്കുകയല്ലല്ലോ. അതിനകത്ത് ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ എടുത്തിട്ടുണ്ടെങ്കിൽ ചില വ്യത്യാസങ്ങൾ, വേരിയേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. സോ ദർ ഈസ് ഓൾവേസ് എ സർട്ടൺ എമൗണ്ട് ഓഫ് ഡൈവേർജൻസ് ബിറ്റ്വീൻ ദി വേരിയസ് ബിഹേവിയേഴ്സ് ഓഫ് എ സിംഗിൾ ഇൻഡിവിജ്വൽ ആൻഡ് ഓൾസോ ബിറ്റ്വീൻ ബിഹേവിയേഴ്സ് ഓഫ് ഡിഫറെന്റ് പേഴ്സൺസ് ആൻഡ് കൾച്ചർ. ഓക്കെ, ദെൻ അടുത്തത് ഒരു സിസ്റ്റം ഓഫ് റൂൾസ്. എന്നാലും നമുക്കൊരു സിസ്റ്റം ഓഫ് റൂൾസ് ഉണ്ട്. നമ്മളിപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്ന പോലെ നമ്മൾക്കൊരു സിസ്റ്റം ആയിട്ട് ഉള്ളൊരു സിസ്റ്റം ഓഫ് റൂൾസ് നമ്മളിൽ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇൻവോൾവ്സ് എ കോൺസ്റ്റലേഷൻ ഓഫ് സച്ച് അപ്പാരൻ്റ്ലി. അതിപ്പോൾ നമ്മളുടെ ലോ ആൻഡ് ഓർഡർ ആയിക്കോട്ടെ, എന്താണെങ്കിലും നമുക്കൊരു റൂള് ഉണ്ട്. അപ്പോൾ ആ റൂൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്മൂത്ത് ഫങ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ റൂൾസ് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇൻവോൾവ്സ് എ കോൺസ്റ്റലേഷൻ ഓഫ് സച്ച് അപ്പാരൻ്റ്ലി അൺറിലേറ്റഡ്. അപ്പോൾ ഒരു റൂള് വേറൊരു റൂളായിട്ട് നമുക്ക് കാണുമ്പോൾ അൺറിലേറ്റഡ് ആയിട്ട് തോന്നാം, പക്ഷെ അതിൻ്റെ ഒരു ഫംഗ്ഷൻ നോക്കുമ്പോൾ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ കമ്പോണൻസ് കാണാൻ സാധിക്കും. ദെൻ ഗ്രൂപ്പ്സ് ആൻഡ് യൂണിറ്റ്സ്. അപ്പം ഇതിൽ തന്നെ പല ഗ്രൂപ്പ്സ് ഉണ്ടാവും, പല യൂണിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ കൾച്ചറിൽ, അപ്പോൾ ആ കൾച്ചറിൽ തന്നെ ചില ഡിഫറൻസസ് നമുക്ക് കാണാൻ സാധിക്കും. ദർ ആർ ഡിഫറെന്റ് ലെവൽസ് അറ്റ് വിച്ച് ദ കൾച്ചർ ഇസ് റിഫ്ലെക്റ്റഡ്. ദെൻ എൻഷുറിങ് ദ സർവൈവൽ ഓഫ് ദ ഗ്രൂപ്പ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് മെന്റ് ഫോർ ദ സർവൈവൽ ഓഫ് ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് നന്നായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ, അതിപ്പോൾ നമ്മൾ സോഷ്യൽ സൈക്കോളജി എല്ലാ ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ചപ്പോഴും പറഞ്ഞിരുന്നു, ഒരു ഗ്രൂപ്പിൽ നന്നായിട്ട് പോകണമെങ്കിൽ അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ടാവണം. അതായത് ലൂസ് ലെവലിൽ ഇത് പോയി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രാഫിക് റൂൾസ് ആണെങ്കിലും അത് കൃത്യം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആക്സിഡൻസ് ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിലും ആ റൂൾസ് ഒരു സർവൈവൽ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂൾസ് വെച്ചിരിക്കുന്നത്. ദീസ് റൂൾസ് ഹെൽപ്പ് ദ സ്മോളർ യൂണിറ്റ്സ് വിതിൻ ദ ഗ്രൂപ്പ് ടു കോഎക്സിസ്റ്റ് വിത്ത് വൺ അനദർ by offering and promoting a structure for social order. And the rules also promote balance between the needs and desires of the groups. ഇപ്പോൾ ഗ്രൂപ്പ്സിനകത്തുള്ള നീഡ്സും ഡിസയേഴ്സും ഒക്കെ ബാലൻസ് ചെയ്ത് പോകാനായിട്ട്, ഇപ്പോൾ ഹയർ ആയിട്ടുള്ള സ്റ്റാറ്റസിൽ നിൽക്കുന്നവർക്ക് അവരുടെ കൂടെ തന്നെ ലോവർ ആയിട്ടുള്ള ആൾക്കാർക്കും എക്സിസ്റ്റ് ചെയ്യണം. അപ്പം അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൂൾസ് വെച്ചിരിക്കുന്നത്. ദെൻ അടുത്ത വരുന്നത് സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ കമ്പോണൻസ് ആണ്. അപ്പോൾ ദാറ്റ് ഇൻക്ലൂഡ്സ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, വാല്യൂസ് ആയിക്കോട്ടെ, ഇപ്പോൾ പേഴ്സണൽ വാല്യൂസ്, ഡെമോക്രാറ്റിക് വാല്യൂസ്, ദെൻ മോറൽ വാല്യൂസ്, എത്തിക്കൽ വാല്യൂസ്, ഇതെല്ലാം വരുന്നുണ്ട്. ദെൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഫാമിലി, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എഡ്യൂക്കേഷൻ, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദെൻ കരിയർ, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്. ദെൻ ബിലീഫ്സ്, ഓക്കെ, ദെൻ ഐഡിയാസ്, ദെൻ നോംസ്, ബിഹേവിയേഴ്സ്, ഇതെല്ലാം ആണ് നമ്മുടെ സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ കമ്പോണൻസ് പറയുന്നത്. സോ ദീസ് കമ്പോണൻസ് ആർ ഷെയർഡ് അക്രോസ് ദ കൾച്ചർ. അപ്പോൾ ഒരു കൾച്ചറിലാവുമ്പം ഈ കമ്പോണൻസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ആർ എക്സ്പ്രസ്ഡ് ഇൻ വോളണ്ടറി ബിഹേവിയേഴ്സ്. അപ്പം നമ്മൾ പോലും അറിയാതെ അത്രയും വോളണ്ടറി ആയിട്ട് നമ്മൾ ആ ബിഹേവിയേഴ്സ് കാണിക്കുന്നു. ആൻഡ് ഓട്ടോമാറ്റിക് റെസ്പോൺസസ് അതും ഉണ്ട്. ആൻഡ് ഹാബിറ്റ്സ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഓവറോൾ റിച്വൽസ് ഫോളോഡ് ഇൻ ദ കൾച്ചർ. അപ്പോൾ റിച്വൽസ് എന്തൊക്കെയാണോ അതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. സോ ഇതെല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ കമ്പോണൻസ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓഫ് കോഴ്സ് ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇതിനകത്തൊക്കെ കാണാൻ പറ്റും. കൾച്ചറൽ വാല്യൂസ് ഒബ്സർവ് ചെയ്യുന്നതിലായിക്കോട്ടെ, ആറ്റിറ്റ്യൂഡ് ഒബ്സർവ് ചെയ്യുന്നതിലും, ബിലീഫ്സ്, നോംസ്, ബിഹേവിയേഴ്സ്, ഇതിലെല്ലാം ഇൻഡിവിജ്വൽ ഡിഫറൻസസും കാണാൻ സാധിക്കും. ഓക്കെ, സോ പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? ഒരു കൾച്ചർ എന്ന് പറയുമ്പം ഇന്ത്യൻ കൾച്ചർ ഈ ജനറേഷനോടുകൂടി അവസാനിച്ചു, അടുത്ത ജനറേഷനിൽ വേറൊരു കൾച്ചർ, ഇങ്ങനെ സംഭവിക്കുന്നില്ല. ഇത് ഓരോ ജനറേഷനിലും ഇതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുക. അപ്പം നമ്മളൊരു ക്വസ്റ്റ്യനിങ് ഒന്നുമില്ല, പക്ഷെ ഇതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുകയാണ്, പക്ഷേ വിത്ത് എ സർട്ടൻ എമൗണ്ട് ഓഫ് ചേഞ്ചസ്.
So transmitted from one generation to the next, core aspects of the system of rules is transmitted from one generation to the next, and therefore it is relatively stable over time. അപ്പോൾ ചേഞ്ചസ് ഉണ്ട്, ഇടയിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇടയിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇന്നവിറ്റബിൾ ചേഞ്ചസ് ഓവർ ടൈം, അതാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ഇന്നവിറ്റബിൾ ചേഞ്ചസും ഇതിനകത്ത് വരുന്നുണ്ട്. ഓൾസോ അണ്ടർഗോസ് സം എമൗണ്ട് ഓഫ് ഇന്നവിറ്റബിൾ ചേഞ്ചസ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ പാസ്റ്റ് 30 years, Indian culture has witnessed radical changes driven by technological advancement. Okay. അപ്പോൾ കമ്പോണൻസ് ഓഫ് കൾച്ചറിൽ നമ്മൾ എന്തെല്ലാം പോയിന്റ്സാണ് വന്നത്? ഡെഫിനിഷനിൽ ഈ മത്സുമോട്ടോ ആൻഡ് ജുവാൻ 2008 ഡെഫിനിഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. ആ ഡെഫിനിഷൻ പഠിച്ചാൽ മതി. ദെൻ കമ്പോണൻസ് ഓഫ് കൾച്ചറിൽ ഒന്ന് ഡൈനമിക് നേച്ചറാണ്, ദെൻ സിസ്റ്റം ഓഫ് റൂൾസ് ഉണ്ട്, ഗ്രൂപ്പ്സ് ആൻഡ് യൂണിറ്റ്സ്, ദെൻ എൻഷുറിങ് സർവൈവൽ ഓഫ് ദ ഗ്രൂപ്പ്, then psychological and behavioral component, and individual differences, then transmitted from one generation to next, then there exist inevitable changes over time. Okay, so these are the components of culture. Then അടുത്ത concepts എന്ന് പറയുന്നത് എൻകൾട്രേഷൻ ആൻഡ് അക്കൾട്രേഷൻ. എന്താണ് ഈ രണ്ട് വാക്കുകളും? സോ എൻകൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ കൾച്ചറിനെ, നമ്മളുടെ ഓൺ കൾച്ചർ, അതിനെയാണ് നമ്മൾ എൻകൾട്രേഷൻ, അത് ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എൻകൾട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ് ബൈ വിച്ച് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് അവർ ഓൺ കൾച്ചർ, ഇപ്പം നമ്മളുടെ സ്വന്തം കൾച്ചർ തന്നെ ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എൻകൾട്രേഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ അക്കൾട്രേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് എ പേഴ്സൺ അഡാപ്റ്റ്സ് ടു ഓർ adopts or in many cases adopts a culture different from the one in which that person was originally enculturated. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു കൾച്ചർ വരുന്നുണ്ട്. ബൈ ബർത്ത്, ബൈ ബോൺ ചെയ്ത് വരുമ്പോൾ മുതൽ നമുക്കൊരു കൾച്ചറുണ്ട്. സോ ആ കൾച്ചർ നമ്മളിങ്ങനെ ഓരോ സ്റ്റേജസിൽ, നമ്മൾ ജനിച്ച കഴിയുമ്പോൾ മുതൽ നമുക്കിങ്ങനെ ഓരോ സ്റ്റേജസിലും നമ്മൾ ഈ കൾച്ചർ, നമ്മൾ ഏത് കൾച്ചറിലാണോ ആ കൾച്ചറിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ടും പഠിച്ചുകൊണ്ടിരിക്കും. സോ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എൻകൾട്രേഷൻ എന്ന് പറയും. ഇനി നമ്മൾ ഒരു ഇടത്ത് ജീവിച്ചു, അല്ലെങ്കിൽ ഒരു ദേശത്ത് നമ്മൾ ജീവിച്ചു, അവിടെ നിന്ന് നമ്മൾ വേറൊരിടത്തേക്ക് നമ്മൾ ചെല്ലുകയെന്ന് വിചാരിക്കുക, വേറൊരിടത്തേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ, അവിടെ വേറൊരു കൾച്ചറാണ്. അപ്പം ആ കൾച്ചറുമായിട്ട് നമ്മൾ ചേർന്ന് പോവുക, അല്ലെങ്കിൽ ആ കൾച്ചർ മൊത്തമായിട്ട് നമ്മൾ സ്വീകരിക്കുക, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ അക്കൾട്രേഷൻ എന്ന് പറയുന്നു. സോ എൻകൾട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ജനറേഷൻ, നമ്മുടെ തന്നെ കൾച്ചറിനെ നമ്മൾ പഠിച്ച് അത് ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലേക്ക് പോകുന്നതാണ് എൻകൾട്രേഷൻ എന്ന് പറയാം. Okay, so that's the difference between enculturation and acculturation. Thus enculturation occurs in the culture where we are born. അപ്പോൾ നമ്മൾ എവിടെയാണോ ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ജനിച്ചത്, അവിടെ തന്നെയാണ് ഈ എൻകൾട്രേഷൻ സംഭവിക്കുന്നത്. occurs in the culture where we are born and the process of familiarization to the culture. അപ്പോൾ ഈ കൾച്ചർ എന്താണ് നമ്മൾ ഓരോ സമയത്തും നമ്മൾ റൈറ്റ് ആഫ്റ്റർ ദ ബർത്ത് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളിങ്ങനെ ഫെമിലിയറൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ആൻഡ് ഫർദർ മോർ എൻകൾട്രേഷൻ സ്മൂത്ത്. അപ്പോൾ എൻകൾട്രേഷൻ എന്ന് വെച്ചാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. അതായത് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നു, ഫാമിലിയെ പറ്റി പറയുന്നു, എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പറയുന്നു, കരിയറിനെ പറ്റിയിട്ട് പറയുന്നു, റിലീജിയനെ പറ്റിയിട്ട് പറയുന്നു, ദെൻ റിച്വൽസിനെ പറ്റിയിട്ട് പറയുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കേട്ട് ഫെമിലിയറൈസ് ചെയ്ത് ഇന്റേണലൈസ് ചെയ്ത് ഒടുവിൽ അത് നമ്മുടെ ഒരു കൾച്ചറാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ പിന്നെ നമ്മൾ ജീവിച്ച് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വളർച്ചയിലും ഈ കൾച്ചർ നമ്മളെ സ്വാധീനിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, ദെൻ പക്ഷെ അക്കൾട്രേഷന്റെ പ്രോസസ്സിൽ എങ്ങനെയാ വരിക? ഹൗവർ ഇൻ ദ കേസ് ഓഫ് അക്കൾട്രേഷൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ കൾച്ചർ അതർ ദാൻ അവർ ഓൺ സ്റ്റാർട്ട്സ് only when we migrate to the other culture. അപ്പോൾ നമ്മൾ വേറൊരു കൾച്ചറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പം ആണ്, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുമ്പം അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഈ അക്കൾട്രേഷൻ സംഭവിക്കുന്നത്. സോ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ കൾച്ചർ അതർ ദാൻ അവർ ഓൺ. അപ്പം നമ്മളുടെ ഇതല്ലാതെ വേറൊരു കൾച്ചറാണ് അവിടെ വരുന്നത്, അതാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആൻഡ് ബട്ട് ദ പ്രോസസ് ഓഫ് അക്കൾട്രേഷൻ ഓഫൻ എൻകൗണ്ടേഴ്സ് കോൺഫ്ലിക്ട്സ്. ശരിയാണ്, നമ്മൾ ഇത്രയും കാലം ഒരു കൾച്ചറിൽ ജീവിച്ചു, അവിടെ നിന്ന് നമ്മളെ മൈഗ്രേറ്റ് ചെയ്ത് നമ്മൾ വേറൊരു കൾച്ചറിലേക്ക് ചെല്ലുന്നു. അപ്പോൾ എന്താ, നമുക്ക് എന്താണെങ്കിലും ചില കോൺഫ്ലിക്ട്സ് നമുക്കുണ്ടാവും. അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു കൾച്ചർ അത്രമാത്രം വേണ്ടെന്ന് വെച്ചും വെറുത്തിട്ടും നമ്മൾ പോകുന്നതായിരിക്കണം. ഇല്ല എങ്കിൽ നമ്മൾക്ക് ഡെഫിനറ്റ്ലി ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാവും.
ഓക്കെ, എൻകൗണ്ടേഴ്സ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദ എക്സിസ്റ്റിംഗ് കൾച്ചറിലാണ്. ഞാൻ ഇത്രയും കാലം ഞാൻ പഠിച്ചു വളർന്നത് ഈ ഒരു കൾച്ചറിലാണ്. അതിൽ നിന്ന് നമ്മൾ മറ്റൊരു പുതിയൊരു കൾച്ചറിലേക്ക് നമ്മൾ പ്രാക്ടീസിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സ് എൻകൗണ്ടർ ചെയ്യേണ്ട അവസ്ഥ വരും. അതേസമയം എൻകൾട്രേഷന് ഈ ഒരു പ്രോബ്ലം വരുന്നില്ല. എൻകൾട്രേഷനിലാണ് ഈ മൈഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പൊതുവെ ഈ തരത്തിലുള്ള ഒരു കൾച്ചർ ഡിഫറൻസും കൾച്ചർ അഡാപ്ഷനും അല്ലെങ്കിൽ കൾച്ചർ അഡോപ്ഷനും ഒക്കെ സംഭവിക്കുന്നത്. Then the culture is transmitted. അടുത്തത് ഏജൻസ് ഓഫ് എൻകൾട്രേഷൻ. അപ്പം ഈ എൻകൾട്രേഷൻ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു, നമ്മൾ ബർത്ത് അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വീണു ഓരോ സാഹചര്യത്തിലും നമ്മൾ നമ്മളുടെ കൾച്ചറെ പറ്റിയിട്ട് കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം എങ്ങനെയാണ് പഠിക്കുന്നത്? അത് നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഏജൻസ് ഉണ്ട്. ഓക്കെ, ഈ ഏജൻസ് ആണ് പലപ്പോഴായിട്ട് നമുക്ക് ഈ ഒരു കൾച്ചർ, നമ്മളുടെ ഒരു കൾച്ചർ എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി നമ്മൾ ആ ഒരു കൾച്ചറിൽ നമ്മൾ ഇന്റേണലൈസ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. Okay, so culture is transmitted. In this transmission process of various components of culture is carried out and facilitated by various agents of culture. Okay, ഇതിൽ ഫസ്റ്റ് വരുന്നത് പേരൻസ് ആൻഡ് സിബ്ലിങ്സ് ആണ്. അപ്പോൾ പേരൻസ് ആൻഡ് സിബ്ലിങ്സ് ആണ് ഒരു ഫസ്റ്റ് മേജർ ഏജന്റ് എന്ന് നമ്മൾ പറയുന്നത്. പേരൻസ് ആൻഡ് സിബ്ലിങ്സിൽ ഫസ്റ്റ് വരുന്നത് പാരന്റിങ് സ്റ്റൈലാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ഒരു പാരന്റിങ് സ്റ്റൈല് പോലെ ആയിരിക്കണം എന്നില്ല ജപ്പാനിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ, അതുപോലെ ആയിരിക്കണം എന്നല്ല നമ്മൾ ലണ്ടനിൽ പോയി നോക്കിക്കഴിയുമ്പോൾ. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മളുടെ ഒരു പാരന്റിങ് സ്റ്റൈലിലൊക്കെ ഡിഫറൻസസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ആ ഡിഫറൻസസ്, ചെറിയ ചെറിയ ഡിഫറൻസസ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പാരന്റിങ് സ്റ്റൈലിൽ എന്തൊക്കെ ഡിഫറൻസസ് വരാം. സോ ഫൈൻഡിങ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇൻ ഓർഡർ ടു ഗെയിൻ കംപ്ലയൻസ് ജാപ്പനീസ് മദേഴ്സ് ലാർജ്ലി റിലൈഡ് അപ്പോൺ പേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ ടൈപ്സ്. അപ്പം ജാപ്പനീസ് മദേഴ്സ് അവരുടെ ആ ഒരു കംപ്ലയൻസ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കംപ്ലയൻസിന് വേണ്ടിയിട്ട് അവര് ആ ഒരു ഇന്റർപേഴ്സണൽ ടൈസ് അല്ലെങ്കിൽ പേഴ്സണൽ ടൈസ് അവരുടെ കൂടുതലായിരിക്കും. അതായത് മദർ ഫാമിലി ടുഗെദർനെസ് ഒക്കെ വളരെ കൂടുതലായിട്ട് വെക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയാണ് അവർ പോകുന്നത്. സോ ലാർജ്ലി റിലൈഡ് അപ്പോൺ പേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ ടൈസ്. വേറാസ് അമേരിക്കൻ മദേഴ്സ് എന്ന് പറയുമ്പം അവർ കൂടുതലും ഓറിയന്റ് ചെയ്യുന്നത് റിവാർഡ്സും പണിഷ്മെന്റിനെയും ബേസ് ചെയ്തിട്ടാണ്. അവർ കുട്ടികളെ കൂടുതലും ആ ആ റിവാർഡ്സിനെയും പണിഷ്മെന്റിനെയും ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഒരു ടൈസ് വർക്ക് ചെയ്യുന്നത്. മറ്റവിടെ കുറച്ചുകൂടി ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ ലെവലിലാണ് പറയുന്നത്. Okay, and the Japanese mothers were more inclined to be involved in emotional appeals and exhibited greater flexibility. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ബോണ്ടിങ് ഇതെല്ലാം വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. ആൻഡ് എക്സിബിറ്റഡ് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ആസ് കമ്പയർഡ് ടു അമേരിക്കൻ മദേഴ്സ്. അപ്പൊ അമേരിക്കൻ മദേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു അതോറിറ്റി കൂടുതലായിട്ടാണ് പെർസീവ് ചെയ്യുന്നത്. അത് മദേഴ്സ് അല്ലെങ്കിൽ പേരൻസിന് കുറച്ചും കൂടി അതോറിറ്റി ഉള്ള ലെവലിലാണ്. അതുപോലെ അവർ എടുക്കുന്ന സ്ട്രാറ്റജീസും അതനുസരിച്ചിട്ടാണ്. And such differences on parenting clearly reflect broad cultural differences in patterns of enculturation and socialization. അപ്പൊ ഈ ഒരു പാരന്റിങ് സ്റ്റൈല് വ്യത്യാസം ഇത് വെച്ചിട്ട് ഈ ഒരു വ്യത്യാസം തന്നെ നമുക്ക് ആ ഒരു എൻകൾട്രേഷൻ അല്ലെങ്കിൽ സോഷ്യലൈസേഷനിൽ ഡിഫറൻസസ് കാണാൻ സാധിക്കും. ദെൻ ഇന്ററാക്ഷൻ ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ബൈ അമേരിക്കൻ മദേഴ്സ്. അപ്പം ഒരു ഇന്ററാക്ഷൻ അതുപോലെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും അമേരിക്കൻ മദേഴ്സിൽ കാണാൻ സാധിക്കും. ആൻഡ് എ ഫോക്കസ് ഓൺ ചൈൽഡ് സേഫ്റ്റി. അപ്പൊ കെനിയൻ മദേഴ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പക്ഷെ അവർ ചൈൽഡ് സേഫ്റ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പൊ മറ്റവിടെ ജപ്പാനെ വെച്ച് നോക്കുമ്പം അമേരിക്കൻസ് കുറവാണ്. പക്ഷെ അമേരിക്കൻസിനെ വെച്ച് നോക്കുമ്പം കെനിയൻസും നമ്മൾ നോക്കുമ്പോൾ അമേരിക്കൻസിന് ഒരു ആക്റ്റീവ് ഇന്ററാക്റ്റീവ് ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതേസമയം കെനിയൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ചൈൽഡിന്റെ സേഫ്റ്റിയെ വെച്ചിട്ടാണ്. ഓക്കെ, അടുത്തത് പേരൻസ് ആൻഡ് സിബ്ലിങ്സിൽ വരുന്നത് മെറ്റേണൽ എക്സ്പെക്ടേഷൻ. അപ്പൊ ഇന്ത്യൻ മദേഴ്സിന് ഒരു ലോവർ എക്സ്പെക്ടേഷൻ ആണ് എന്തിനെ പറ്റിയിട്ട്, ചിൽഡ്രന്റെ ഒരു ഡെവലപ്മെന്റൽ ഡൊമൈൻസ്, അതായത് എക്സ്പെക്ട് ഫോർ എൻവയോൺമെന്റൽ ഇൻഡിപെൻഡൻസ് ആസ് കമ്പയർഡ് ടു ജാപ്പനീസ് ആൻഡ് ബ്രിട്ടീഷ് മദേഴ്സ്. അപ്പം ജാപ്പനീസ് ആൻഡ് ബ്രിട്ടീഷ് മദേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ, ഇന്ത്യൻ മദേഴ്സിന്റെ എക്സ്പെക്ടേഷൻ കുറവാണ്. അവരുടെ ഒരു എൻവയോൺമെന്റൽ ഇൻഡിപെൻഡൻസ് ആളുകൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നത് കുറവാണ്. ആൻഡ് ജാപ്പനീസ് മദേഴ്സ് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷനും അതുപോലെ സെൽഫ് കെയറും ദെൻ എൻവയോൺമെന്റൽ ഇൻഡിപെൻഡൻസ് ആണ്. അതാണ് അവരൊരു എക്സ്പെക്ടേഷൻ പറയുന്നത്. അത് ബ്രിട്ടീഷ് മദേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ജാപ്പനീസ് മദേഴ്സിനാണ് അത് കൂടുതലായിട്ട് നിൽക്കുന്നത്. ആൻഡ് ഇമിഗ്രന്റ് പാരൻസ് ഓഫ് ഏഷ്യൻ ഇന്ത്യൻ ഒറിജിൻ.
അതായത് ഇമിഗ്രന്റ് പാരൻസ്, അപ്പോൾ ഏഷ്യൻ ഇന്ത്യൻ ഒറിജിനൽ ഉള്ളവർ അവർ പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇമിഗ്രന്റ് പാരൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ഉള്ളവർ ഇവിടെ വരുന്ന സമയത്ത് ദേ അവോയ്ഡ് ഇൻവോൾവിങ് ദെയർ ചിൽഡ്രൻ ഇൻ പാർട്ട് ടൈം ജോബ്സ്. അപ്പം ഇന്ത്യൻ ഒറിജിൻ ഉള്ളവർ അവർ ഇവിടേക്ക് അന്യനാട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ പോലും അവർ ഈ പാർട്ട് ടൈം ജോബിന് കുട്ടികളെ വിടുന്ന കാര്യത്തിൽ അവർക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ അത് ഗുഡ് എഡ്യൂക്കേഷനെ ഡിസ്ട്രാക്ട് ചെയ്യും. അത്തരത്തിലുള്ള പാർട്ട് ടൈം ജോബ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവർ പോകുന്നത്. ദസ് എൻഫോഴ്സിങ് ബിഹേവിയേഴ്സ് ദാറ്റ് ദേ കൺസിഡർ ആർ റിക്വയർഡ് ഫോർ ദ ബെറ്റർ എഡ്യൂക്കേഷൻ. അപ്പോൾ അവിടെ ഒരു എഡ്യൂക്കേഷന് കൂടുതലും പ്രാധാന്യം കൊടുത്തിട്ടാണ് പോകുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സ്ലീപ്പിംഗ് അറേഞ്ച്മെന്റ്. സ്ലീപ്പിംഗ് അറേഞ്ച്മെന്റിൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അമേരിക്കൻ പേരൻസിന് കോ സ്ലീപ്പിങ്ങിനെ പറ്റിയിട്ട്. കോ സ്ലീപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ നമ്മുടെ കൂടെ കിടന്നുറങ്ങുക. അപ്പം അതിന് അവർ വളരെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെയാണ് കാണുന്നത്. ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഉറങ്ങുന്നോ എന്നാണ് അവർ ചോദിക്കുന്നത്. അവർക്കതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ആൻഡ് ഇറ്റ് ഈസ് എ ട്രെൻഡ് ഫോർ ചിൽഡ്രൻ. അപ്പം സെപ്പറേറ്റ് റൂംസ് കുട്ടികൾ, അപ്പം ഇക്കണോമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ഒരു സെപ്പറേറ്റ് റൂം കുട്ടികൾക്ക് കൊടുക്കും. ആ രീതിയിലാണ് അവരൊരു സ്ലീപ്പ് അറേഞ്ച്മെന്റ്സ് പോകുന്നത്. അതേസമയം ഇന്ത്യൻ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലുള്ള ഈ കുഞ്ഞുങ്ങളെ ഒരു എന്താണ് സ്ലീപ്പ് ട്രെയിനിങ് എന്ന ഭാഗമായിട്ട് അവർ സെപ്പറേറ്റ് റൂമിലേക്ക് കുട്ടികളെ കിടത്തുന്നു പറയുമ്പോൾ അവരതിനെ പെർസീവ് ചെയ്യുന്ന ഒരു നെഗ്ലെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ആയിട്ടാണ്. ഈ കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റി കിടത്തി അല്ലെങ്കിൽ മാറ്റി അകറ്റി നിർത്തുന്നു എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കുട്ടികൾ നമ്മളുടെ കൂടെ തന്നെ വേണം. എസ്പെഷ്യലി ഇൻഫൻസി പീരീഡിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മദർ ചൈൽഡ് അല്ലെങ്കിൽ പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്, ആ ഒരു ബോണ്ട് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് കുട്ടികളെ എപ്പോഴും നമ്മളുടെ കൂടെ വേണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവരിത് മുമ്പോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കോ സ്ലീപ്പിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ അമേരിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാക്കുന്നത്. So interestingly, communal sleeping was once common in pre-industrial Europe and America. പക്ഷെ അതിനകത്ത് വേറൊരു തമാശ എന്താ വെച്ച് കഴിഞ്ഞാല് പണ്ട് കാലത്ത് ഒരു പ്രീ ഇൻഡസ്ട്രിയൽ യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക അവിടെ ആ സമയത്തൊക്കെ ഈ ഒരു കമ്മ്യൂണൽ സ്ലീപ്പിംഗ് എല്ലാവരും ഒരുമിച്ച് ഉറങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പണ്ട്. ആൻഡ് ഹെൻസ് പെർസീവ്ഡ് ഗോൾസ് ഓഫ് പാരന്റിങ് ആൻഡ് തോട്ട്സ് ഓൺ ഹൗ ടു അച്ചീവ് ദം മേ ചേഞ്ച്. ഇപ്പൊ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എങ്ങനെയാണ് പാരന്റിങ് അതിന്റെ ഒരു ഗോള് കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചേഞ്ചസ് സംഭവിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് നമ്പർ ആൻഡ് കെയറിങ് ഓഫ് സിബ്ലിങ്സ്. ഇപ്പൊ ഈ സിബ്ലിങ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കൂടെപ്പിറപ്പ് എന്ന് പറയുന്നത്. സിബ്ലിങ്സ് ഓഫൺ പാസ് ഓൺ ദെയർ സെറ്റ് ഓഫ് ബിലീഫ്സ്. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പം മൂത്ത ഒരാളുണ്ടെങ്കിൽ, മൂത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ ബിഹേവിയേഴ്സ് ഇളയ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ അവരാണ് ഈ സെറ്റ് ഓഫ് ബിലീഫ്സ്, അച്ഛൻ ഇങ്ങനെയാണ് കേട്ടോ, അമ്മ ഇങ്ങനെയാണ് കേട്ടോ, ഒരു ഫാമിലി ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു എന്താണ് മെസ്സേജസ് ഒക്കെ അടുത്ത അവരുടെ കീഴിലുള്ള ആളുകൾക്ക് പാസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇൻ ഫാമിലീസ് ഹാവിങ് ലാർജ് നമ്പർ ഓഫ് ചിൽഡ്രൻ, ഒത്തിരി കുട്ടികളുള്ള പണ്ടത്തെ കാലത്തൊക്കെ ഒത്തിരി കുട്ടികളുണ്ടെങ്കിൽ എപ്പോഴും ഓൾഡർ കുട്ടികളാണ് ശരിക്കും യങ്ങർ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പൊ അമ്മമാരും അച്ഛന്മാരൊക്കെ ജോലിക്ക് പോവും. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ അമ്മമാരും അച്ഛന്മാരൊക്കെ ഡെയിലി വേജസും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ജോലിക്ക് പോകുമ്പോൾ മൂത്ത കുട്ടികൾ മിക്കവാറും പേര് അവർ പഠിത്തം നിർത്തും. ഇപ്പൊ പഠിത്തം നിർത്തി കഴിഞ്ഞിട്ട് അവര് ഇളയ കുട്ടികളെ കെയർ ചെയ്യാനായിട്ട് നിൽക്കും. ഓക്കെ, സോ ദ സിബ്ലിങ്സ് മേ ടേക്ക് ഓൺ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കെയർ ഗിവിംഗ് ഫോർ ദെയർ യങ്ങർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ ഇതിന് മിക്സഡ് റിസൾട്ട്സ് ഉണ്ട് കേട്ടോ. ഇത് പല രീതിയിലും ഉണ്ട്, പക്ഷെ ഇത് ഒരു കാര്യം പറഞ്ഞതാണ്. ആൻഡ് ദ ഇൻക്രീസ് നമ്പർ ഓഫ് സിബ്ലിങ്സ്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും അത്രയും അങ്ങനെ പ്രോബ്ലംസ് ഇല്ലെന്ന് വെച്ചാൽ നമ്പർ ഓഫ് സിബ്ലിങ്സ് എല്ലാവരുടെയും കുറവാണ്. പണ്ട് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് സിബ്ലിങ്സ് കൂടുതലുള്ളതെന്ന് വെച്ച് കഴിയുമ്പോൾ അപ്പോൾ അവിടെ ഒരു ന്യൂട്രീഷണൽ സ്റ്റണ്ടിങ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ അത് ഒരു കാര്യം. സ്റ്റണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു ഫുഡ് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു മരവിപ്പ് വരുന്നൊരവസ്ഥ, മുരടിപ്പ് വരുന്നൊരവസ്ഥ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓൾഡർ സിബ്ലിങ്സ് ആക്ട് ആസ് പ്രൊട്ടക്റ്റീവ് ഫാക്ടർ എഗെയിൻസ്റ്റ് സ്റ്റണ്ടിങ്. അപ്പം ചെറിയ ഇളയ കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഇളയ സഹോദരങ്ങളും സഹോദരിമാരും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഇവർ കഴിച്ചില്ലെങ്കിലും മറ്റവർക്ക് കൊടുക്കും. അപ്പൊ ആ രീതിയിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറായിട്ട് നിൽക്കാറുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്പർ ആൻഡ് കെയറിങ് ഓഫ് സിബ്ലിങ്സ് എന്ന് പറഞ്ഞത്. ദെൻ പിന്നെ എൻകൾട്രേഷൻ ഏജൻസ്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ പേരൻസ് ആയിക്കോട്ടെ സിബ്ലിങ്സ് ആയിക്കോട്ടെ ഇത് ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്. ഇതിങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ല വർക്ക് ചെയ്യുന്നത്. ആൻഡ് സംടൈംസ് ഓൺലി ഹാവ് എൻ എൻഹാൻസിങ് എഫക്റ്റ്. അപ്പം ഒന്നും മാത്രം ഇല്ലെങ്കിൽ ഇപ്പൊ സ്കൂള് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പേരൻസും സിബ്ലിങ്സും പിയേഴ്സും ഉണ്ടെങ്കിൽ പോലും അതത്ര നന്നായിട്ട് വർക്ക് ചെയ്യില്ലെന്ന് മനസ്സിലാക്കുക. ആൻഡ് ദ സോഷ്യലൈസേഷൻ ലിറ്ററേച്ചർ ഓൺ സ്ട്രീറ്റ് ചിൽഡ്രൻ. ഇന്ത്യയിലെ സ്ട്രീറ്റ് ചിൽഡ്രൻ എസ്പെഷ്യലി ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. അപ്പൊ അവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം അവരുടെ വർക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നേരത്തെയാണ്. അതായത് 6 to 9 years അവരുടെ വർക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
street children indicates that their work life starts at a much younger age than the more privileged one, around the age of 6 to 9 years. And the younger children, അപ്പോൾ എന്താ യങ്ങർ ചിൽഡ്രൻ അവര് മേ ബി അവരൊരു വലിയ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ, ഇളയ കുട്ടികൾ ഈ ഓൾഡർ സിബ്ലിങ്ങിന്റെ കൂടെ വരുന്നതാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം എന്തെങ്കിലും ചൈൽഡ് ലേബർ പോലെ അങ്ങനെയൊക്കെ വന്നാൽ അപ്പോൾ അവരുടെ കൂടെ അവരുടെ ഇളയ ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത് മേ ബി ഇളയ ആളുകളെ നോക്കാനും വേണ്ടിയിട്ടും ആവാം. യങ്ങർ ചിൽഡ്രൻ ഇൻ ദിസ് കാറ്റഗറി ആർ ഓഫൺ അക്കംപനിഡ് by their older siblings, thus being important agents of enculturation. അപ്പൊ എങ്ങനെയാ ഈ കുട്ടികൾ വലിയ ആൾക്കാർ അല്ലെങ്കിൽ വലിയ സിബ്ലിങ്സ് മൂത്ത ആളുകൾ എന്താ ചെയ്യുന്നത് അതെല്ലാം കണ്ടു പഠിക്കുന്നു. അതെല്ലാം അപ്പൊ ആ വഴിയും കൾച്ചർ അവരിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തത്, അപ്പൊ ഇത്രയും പറഞ്ഞത് പേരൻസ് ആൻഡ് സിബ്ലിങ്സിനെ പറ്റിയിട്ടാണ്. അതാണ് ഒരു ഏജന്റ് ആയിട്ട് പറയുന്നത്. അടുത്തത് എക്സ്റ്റെൻഡഡ് ഫാമിലി, ജോയിന്റ് ഫാമിലിയെ പറ്റിയിട്ടാണ് പറയാം. അപ്പൊ ജോയിന്റ് ഫാമിലിയിൽ എന്താ സംഭവിക്കുന്നത്, നമുക്ക് അവിടെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിനെസ് കൂടുതലാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഒത്തിരി കളിക്കാനായിട്ട് പ്ലേമേറ്റ്സ് ഒരുപാട് വരുന്നത്, അബണ്ടന്റ് ആയിട്ടുള്ള പ്ലേമേറ്റ്സ് ഉണ്ട്. അപ്പൊ എന്താ ഒരു ലിമിറ്റ്ലെസ് സപ്ലൈ ഓഫ് ലവ് ആൻഡ് വാംത്ത് അവിടെ ഉണ്ടെന്നാണ് പറയാം. ആൻഡ് ദിസ് ഇൻ ടേൺ റീഇൻഫോഴ്സസ് ലോയൽറ്റി ടു ദ ഫാമിലി. അപ്പൊ ഫാമിലിയുടെ അടുത്ത് നമുക്കൊരു ലോയൽറ്റി ഉണ്ടാവുന്നു, അതുപോലെ റെസ്പെക്ട്, അതോറിറ്റിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏഷ്യൻ ഇന്ത്യൻ ചിൽഡ്രനിൽ. പക്ഷെ ഇപ്പോൾ നമുക്ക് ഒരുപാട് ആ ഒരു കൾച്ചറിന്റെ ഡിഫറൻസും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകളുടെ ഇപ്പം മിക്കവാറും പേര് സ്മോൾ ഫാമിലി ഒരു ന്യൂക്ലിയർ ഫാമിലിയിലാണ് വരുന്നത്. അപ്പം അങ്ങനെ വരുന്നതും, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ ആ ഒരു കൾച്ചർ കുട്ടികളിലേക്ക് എത്തുന്നു. മറ്റേത് ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പം അവിടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഡൈനമിക്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, അങ്കിൾസ്, ആൻസ്, കസിൻസ്, ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി നമുക്ക് കാണാം. അപ്പം ഇവിടെ നോക്കിയേ ഒരുപാട് പൈതൃകങ്ങൾ, അതുപോലെ ഒരുപാട് ട്രഡീഷൻസ്, ഒരുപാട് ആചാരങ്ങൾ, ഇതെല്ലാം നമ്മളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അടുത്തത് പിയർ റിലേഷൻസ്. പിയർ റിലേഷൻസിൽ പിയേഴ്സും നമ്മളുടെ ഒരു മെയിൻ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പിയേഴ്സിന് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സെയിം എത്നിക് ഗ്രൂപ്പിൽ നിന്നുള്ള ഫ്രണ്ട്സ് ആവുമ്പോൾ അതനുസരിച്ചിട്ടുള്ള വരുന്നു. ദെൻ വേറെ ഡിഫറെന്റ് എത്നിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ നിന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് വരുന്നു. അപ്പൊ ഒരു ശരിക്കും പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഹെട്രോ എത്നിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹോമോ എത്നിക് ഗ്രൂപ്പിനേക്കാളും എപ്പോഴും നല്ലത് കുറച്ചൊരു വെറൈറ്റി, അതായത് കുറച്ച് പേര് ഹെട്രോ ഗ്രൂപ്പ് ഉണ്ടാവണം, കുറച്ച് പേര് ഹോമോ ഗ്രൂപ്പ് ഉണ്ടാവണം. ആ രീതിയിലുള്ള പിയേഴ്സ് ഉണ്ടാവുന്നതാണ് എപ്പോഴും നല്ലത്. അതാണ് നമുക്ക് ഏറ്റവും നല്ലൊരു ഓവറോൾ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിനെ സഹായിക്കുക. Okay, so extent of interaction with peers may differ from culture to culture. അപ്പം ഓരോ നാട്ടിലും നമ്മുടെ ആ ഒരു പിയർ കൾച്ചറിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വെസ്റ്റേൺ ഇൻഡസ്ട്രിയലൈസ്ഡ് കൾച്ചേഴ്സ് സീ മോർ ഇന്ററാക്ഷൻ വിതിൻ പിയേഴ്സ് ദാൻ ദെയർ ഈസ്റ്റേൺ കൗണ്ടർ പാർട്സ്. അപ്പോൾ വെസ്റ്റേൺ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസ്ഡ് കൾച്ചേഴ്സിലൊക്കെ ആ പിയർ ഇന്ററാക്ഷൻ, പിയർ ഗ്രൂപ്പ്, പിയേഴ്സ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതലായിട്ടും കാണാൻ സാധിക്കും. ഇന്ററാക്ഷൻസും അവരിൽ കൂടുതലായിരിക്കും വെൻ കമ്പയർഡ് ടു ഈസ്റ്റേൺ കൗണ്ടർ പാർട്സ്. ഓക്കെ, ദെൻ അടുത്തത് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ വഴി ഡെഫിനറ്റ്ലി നമുക്കൊരു കൾച്ചർ ട്രാൻസ്മിഷൻ അവിടെ സംഭവിക്കുന്നു. ഇപ്പം പണ്ട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, ഫോർമൽ അതുപോലെ നമ്മളിപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷനും അല്ലാതെ നമുക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻസും become pivotal in the assimilation of individuals into the society by teaching culturally appropriate skills and values. So cultural transmission വരുന്നുണ്ട്, minimizing inequality, then social adaptability and social change, acquisition of new knowledge, ഇതെല്ലാം അതിൽ സംഭവിക്കുന്നു എഡ്യൂക്കേഷനിലൂടെ. And the cultural differences in teaching style could also account for the differences in mathematical and other educational abilities. And cultural differences are reflected in course content of an education system across nations and within nations as well. However, this quality also calls for caution while designing and implementing course structure at different levels. ദെൻ അടുത്തത് പറയുന്നത് റിലീജിയൻ. അപ്പം നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഈ റിലീജിയൻ എഡ്യൂക്കേഷൻ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിരുന്നില്ല. അതായത് റിലീജിയസ് അഡ്വക്കേറ്റ്സ് അവർ വാല്യൂസും പറഞ്ഞു കൊടുക്കും, അതോടൊപ്പം അവർ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഗുരുകുല സിസ്റ്റത്തിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. പക്ഷെ ഇപ്പം മോഡേൺ ടൈം ആസ് വെൽ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോഴും നമുക്ക് അറിയാൻ പറ്റും ഈ പറഞ്ഞ പോലെ ഇസ്ലാമിക് മോസ്കിലൊക്കെ റിലീജിയൻ എത്രത്തോളം ആ ഒരു സോഷ്യലൈസേഷന്റെ ഭാഗമാവുമെന്ന് നമുക്കറിയാൻ പറ്റും. Religion plays a major role in socialization. And for Punjabi parents settled in England, religious practices are important carriers of language.
ആൻഡ് പ്രിൻസിപ്പിൾസ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. അപ്പോൾ അവർ ഏത് നാട്ടിലാണെങ്കിലും നമ്മളുടെ ആ ഒരു ലാംഗ്വേജ് വൈസ് അതൊക്കെ ആ ഒരു റിലീജിയസ് പ്രാക്ടീസസ് എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. ആൻഡ് സം റിലീജിയൻസ് സെലിബ്രേറ്റ് ദ ട്രാൻസിഷൻ ടു അഡൾട്ട്ഹുഡ് ഓഫ് ഇൻഡിവിജ്വൽസ് ബൈ സെറിമണീസ് സച്ച് ആസ് ബാർ മിറ്റ്സ്വ. നമ്മൾ ഇപ്പം ഒരു പ്യൂബർട്ടി സ്റ്റേജിലേക്ക് വരുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അപ്പോൾ അതെല്ലാം ആഘോഷിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിലീജിയൻ വിച്ച് വി ആർ ഇൻ ടു. ദെൻ റിലീജിയസ് ബിലീഫ്സ് ഹാസ് എ സ്ട്രോങ് ലിങ്ക് ഇൻ മോറൽ ഡെവലപ്മെന്റ്. അപ്പം എത്രത്തോളം നമുക്ക് ആ ഒരു റിലീജിയസ് ബിലീഫ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മളൊരു മോറൽ ഡെവലപ്മെന്റിനെയും അത് സഹായിക്കും എന്നാ പറയുക. അതുപോലെ സൂയിസൈഡൽ ആറ്റിറ്റ്യൂഡ്സ്, ഹിന്ദുസിലൊക്കെ ആണെങ്കിലും ആ സൂയിസൈഡൽ ആറ്റിറ്റ്യൂഡ്സ് ഇതെല്ലാം ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ മോറൽ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ അപ്പം നമ്മുടെ ആ റിലീജിയസ് ബിലീഫ്സിനെ വെച്ചിട്ടാണ് പറയുന്നത്. So research find that individuals that convert to Christianity have positive outcomes in the acculturation process. Already belonging to a religion to the majority where one migrates to also help the social mobility. Stronger religiosity, however, negatively impacts assimilation in a new culture as they tend to prioritize their own cultures. അടുത്തത് സെൽഫ് അക്രോസ് കൾച്ചർ. അപ്പൊ സെൽഫ് എന്ന് പറയുന്ന കാര്യം, അതായത് നമ്മൾ, ഞാൻ എന്ന് പറയുന്ന ഒരു സെൽഫ് കോൺസെപ്റ്റ് നമ്മൾ പറയാം. ഇത് ഓരോ കൾച്ചറിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊരു കളക്ടിവിസ്റ്റിക് കൾച്ചറിലാണെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് സെൽഫ് കോൺസെപ്റ്റ് ആയിരിക്കും. ദെൻ ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറിലാണെങ്കിൽ ആ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള സെൽഫ് കോൺസെപ്റ്റ് ആയിരിക്കും. ദെൻ കളക്ടിവിസ്റ്റിക് കൾച്ചറിലാണെങ്കിൽ കളക്ടിവിസ്റ്റിക് സെൽഫ് കോൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യും. അപ്പം അങ്ങനെ കൾച്ചറിനനുസരിച്ച് നമ്മളുടെ സെൽഫ് ഡിഫറെൻ്റ് ആയിരിക്കും. Okay, so culture does not just exist and stay limited to the society and the country we live in, but we become carriers of it. അപ്പോൾ നമ്മൾ ഏത് കൾച്ചറിലാണോ ആ കൾച്ചർ നമ്മൾ കൊണ്ടു നടക്കുകയാണ്. Okay, often perceiving and internalizing events and concepts in context of our personal culture. So our personal culture എന്ന് പറയുന്നത് are a part of our self concept. സോ ഇതിനകത്ത് സെൽഫ് കോൺസെപ്റ്റിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത് ഡിഫൈൻ സെൽഫ് കോൺസെപ്റ്റ് ആസ് ആൻ ഇന്റഗ്രേഷൻ ഓഫ് കോംപ്ലെക്സ് ഓർഗനൈസ്ഡ് ആൻഡ് യെറ്റ് ഡൈനമിക്. ഇപ്പൊ കോംപ്ലെക്സ് ആണ് ശരിയാണ് നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു കോംപ്ലെക്സ് ആണ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിനോമിനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ കോംപ്ലെക്സ് ഓർഗനൈസ്ഡ് ആൻഡ് യെറ്റ് ഡൈനമിക്. അതിലും ചേഞ്ചസ് വരാം. നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ മാറ്റി പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ചേഞ്ചസ് വരാം. ഇറ്റ്സ് എ ഡൈനമിക് സിസ്റ്റം ഓഫ് ലേൺഡ് ആറ്റിറ്റ്യൂഡ്സ്, ബിലീവ്സ്, ഇവാലുവേറ്റീവ് ജഡ്ജ്മെന്റ്സ് ദാറ്റ് പീപ്പിൾ ഹോൾഡ് അബൌട്ട് ദംസെൽവ്സ്. നമ്മളെക്കുറിച്ചിട്ടുള്ള നമ്മളുടെ ബിലീഫ് എന്താണ്, നമ്മളെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മൾ ലേൺ ചെയ്തെടുത്ത എന്താണ്, നമ്മളെക്കുറിച്ചുള്ള നമ്മളൊരു ജഡ്ജ്മെന്റ് എന്താണ്, ഇതിനെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഒരു സെൽഫ് കോൺസെപ്റ്റ് പറയുക. And the sense of self could be broadly categorized into sense of self in individualist societies, independent sense of self. അതായത് ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറിന് നമ്മൾക്ക് അവിടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സെൻസ് ഓഫ് സെൽഫ് ആയിരിക്കും. ആ സമയം ഒരു കളക്ടിവിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഇന്റർ ഡിപ്പെൻഡൻറ്റ് സെൻസ് ഓഫ് സെൽഫ് ആയിരിക്കും. സോ ഇന്ത്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കളക്ടിവിസ്റ്റിക് ആണെങ്കിൽ കൂടി ഇൻഡിവിജ്വലിസത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ കളക്ടിവിസ്റ്റിക് ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചർ രണ്ടും ചേർന്നിട്ടാണ് നമ്മളുടെ വരിക. അപ്പോൾ കളക്ടിവിസ്റ്റിക് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഞാൻ സന്തോഷിക്കണമെങ്കിൽ ബാക്കി എല്ലാവരും അവിടെ ഒരു സന്തോഷം നമുക്ക് കാണണം. അതേസമയം ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമ്മളുടെ ഒരു സെൽഫ് പ്രൊമോഷൻ, നമ്മുടെ ഒരു സെൽഫ് കെയറിനാണ് അവിടെ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. So sense of self in individualistic society sense of self എന്ന് പറയുമ്പോൾ generally prevalent in the Western society such as in US, outcome of internalizing independence values. അവിടെ ഇൻഡിപെൻഡൻസ് ആണ് നമ്മൾ കൂടുതൽ വാല്യൂസ് കൊടുക്കുക. where individuals are more self focused in life. അപ്പം നമ്മൾ കൂടുതൽ ഒരു സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടാണ് അവിടെ കാണുന്നത്. നമ്മൾ തന്നെ കാണുന്നത് ഒരു സെൽഫ് ഫോക്കസ്ഡ്, നമ്മുടെ ഒരു സെൽഫ് എംപവർമെന്റ്, സെൽഫ് അപ്രൈസൽ എല്ലാം ആ സെൽഫിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ആൻഡ് എൻകറേജ് പേഴ്സണൽ ഗോൾസ് ഓവർ ഗ്രൂപ്പ് ഓർ കളക്റ്റീവ് ഗോൾസ്. അപ്പൊ അവിടെ അച്ഛന് വേണ്ടി ഇന്ന ജോലി, അച്ഛന് വേണ്ടി ഇന്ന കരിയർ, അമ്മയ്ക്ക് വേണ്ടി ഇന്നത്, അങ്ങനെയല്ല അവർ പറയുന്നത്. അവരൊരു പേഴ്സണൽ ഗോള് നമുക്ക് വേണം, നമുക്കൊരു വിഷൻ വേണം, ആ വിഷൻ അനുസരിച്ച് നമ്മൾക്കൊരു പേഴ്സണൽ ഗോൾസ് വേണം എന്ന് പറഞ്ഞിട്ട് അതിനെയാണ് അവർ എൻകറേജ് ചെയ്യുന്നത്. ദാൻ ബ്ലെൻഡിങ്. ഓക്കെ, ഗോൾസ് ഓവർ ഗ്രൂപ്പ് ഓർ കളക്റ്റീവ് ഗോൾസ്, സെൽഫ് ആക്ച്വലൈസേഷൻ ആൻഡ് സ്റ്റാൻഡിങ് ഔട്ട് ഓവർ ബ്ലെൻഡിങ് ഇൻ.
ആൻഡ് ഇൻഡിവിജ്വൽസ് ക്രെഡിറ്റ് ദെയർ ഓൺ ക്വാളിറ്റീസ്, ആട്രിബ്യൂട്ട്സ് ആൻഡ് ഡിസിഷൻസ് ഫോർ അച്ചീവ്മെന്റ്. അപ്പം അവിടെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല മാർക്ക് മേടിച്ച് നമ്മൾ പഠിച്ചാലും നമ്മൾ എന്താ പറയുക, എനിക്ക് ഇങ്ങനത്തെ സാഹചര്യം ഉള്ളത് കൊണ്ടും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഫാമിലി കിട്ടിയത് കൊണ്ടും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയർ കിട്ടിയത് കൊണ്ടും, ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയുക. ആ സമയം ഇവിടെ ഇൻഡിവിജ്വലിസ്റ്റ് സൊസൈറ്റി ആണ്, അവിടെ അച്ചീവ്മെന്റിന് അവർ പറയുന്നത്, അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കുന്നത് അവരുടെ ക്വാളിറ്റീസ്, അവരുടെ ആട്രിബ്യൂട്ട്സ്, അവരുടെ ഡിസിഷൻസ്, ഇങ്ങനെയാണ് നമ്മൾ ചിന്തിപ്പിക്കുന്നത്. And the people in an individualist society have been found to have a broader radius of trust. ഇപ്പൊ ഇൻഡിവിജ്വലിസ്റ്റ് സൊസൈറ്റിക്ക് അവർക്കൊരു ബ്രോഡർ റേഡിയസ് ഓഫ് ട്രസ്റ്റ് ഉണ്ട്, എക്സ്റ്റെൻഡിങ് ടു ഹൂ കുഡ് ബി കൺസിഡർഡ് ഔട്ട് ഗ്രൂപ്പ് മെമ്പേഴ്സ്. അപ്പൊ ഔട്ട് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആരാണെന്നുള്ള കൃത്യമായ ഒരു ധാരണ അവരിലുണ്ട്. അതനുസരിച്ച് ഒരു ബ്രോഡർ റേഡിയസ് ഓഫ് ട്രസ്റ്റ് അവരിൽ കാണാൻ സാധിക്കും. Then collectivistic society എങ്ങനെ സംഭവിക്കുക? ഈസ്റ്റേൺ ആൻഡ് അതർ നോൺ യൂറോപ്യൻ cultures are generally thought to encourage a more interdependent lifestyle. Interdependent എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ പലരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, പലരും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. So more interdependent lifestyle and goals, that is an interdependent sense of self. So they value conformity and loyalty to the group. അപ്പം അവര് വാല്യൂ ചെയ്യുന്നത് കൺഫേമിറ്റി എങ്ങനെയാണെന്നും അതുപോലെ ഗ്രൂപ്പിൽ ലോയൽ ആണോ എന്നുള്ളതുമാണ് അവർ നോക്കുന്നത്. ദേ വാല്യൂ കൺഫേമിറ്റി ആൻഡ് ലോയൽറ്റി ടു ദ ഗ്രൂപ്പ്. ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ആർ എക്സ്പെക്റ്റഡ് ടു മെയിൻറ്റെയിൻ ഗ്രൂപ്പ് കൊഹസീവ്നെസ്. അപ്പം ഗ്രൂപ്പ് കൊഹസീവ്നെസ്, അതായത് എല്ലാവർക്കും ഒരു സെൻസ് ഓഫ് ബിലോങ്ങിനെസ് വേണം, ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കണം. അപ്പം ഇതിനെല്ലാമായിരിക്കും ഇവർ കൂടുതലും പ്രൊമോട്ട് ചെയ്യുക. സോ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ആർ എക്സ്പെക്റ്റഡ് ടു മെയിൻറ്റെയിൻ ഗ്രൂപ്പ് കൊഹസീവ്നെസ് ആൻഡ് പ്രയോറിറ്റൈസ് ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് ഓവർ സെൽഫ് ഇൻട്രസ്റ്റ്. അപ്പം എനിക്ക് ഇതാണ് താല്പര്യം എന്ന് പറയുമ്പം ഗ്രൂപ്പിന്റെ താല്പര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് നമ്മളടുത്ത് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ളൊരു കൾച്ചർ നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ആൻഡ് ഹൂ found that in a collectivist society the individuals have a narrower trust radius. ഇപ്പോൾ കളക്ടിവിസ്റ്റിക് കൾച്ചറിൽ വരുമ്പം ഇൻഡിവിജ്വൽസിന് ഒരു നാരോവർ ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് റേഡിയസ് ആയിരിക്കും. ആൻഡ് ടെൻഡ് ടു ബി മോർ ഡിസ്ക്രിമിനേറ്ററി ടുവേർഡ്സ് ഔട്ട് ഗ്രൂപ്പ്സ്. അപ്പോൾ ഔട്ട് ഗ്രൂപ്പ്സുകാർ തീരെ മോശമല്ല, അവരുമായിട്ട് നമ്മൾ ഒരിക്കലും ഒരു കൂട്ടുണ്ടാവാൻ പാടില്ല എന്നാണ് ചിന്തിക്കുക. ആൻഡ് ദേ ടെൻഡ് ടു വിത്ത്ഹോൾഡ് ദെയർ ട്രസ്റ്റ് ഫോർ ഇൻഡിവിജ്വൽസ് ഓഫ് ദ ഇൻ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അവർ ഇൻ ഗ്രൂപ്പിലുള്ള ആളുകൾ നമ്മളെ ആരും ചതിക്കില്ല, നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളുടേതല്ലാതെ മറ്റു ഗ്രൂപ്പിനെ അവരൊരു മാറ്റി നിർത്തി തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ്. Then the boundaries of these categories, however, are not well defined. അപ്പൊ ആ ഒരു ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ബൗണ്ടറി അത്ര വെൽ ഡിഫൈൻഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. And a society does not have to be classified as one or the other. സൊസൈറ്റീനെ ഇന്ന സൊസൈറ്റി ആണെന്നോ അല്ല അങ്ങനെയാണെന്നോ ഒന്നും ക്ലാസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഇന്ത്യ, ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യ ഹാസ് ബീൻ മേജർലി കൺസിഡർഡ് ടു ബി എ കളക്ടിവിസ്റ്റിക് സൊസൈറ്റി. അപ്പോൾ ഒരു കളക്ടിവിസ്റ്റിക് സൊസൈറ്റി ആയിട്ടാണ് ഇന്ത്യയെ കാണുന്നത്. ഹൗവർ ഫർദർ സ്റ്റഡീസ് ഹാവ് ഫൗണ്ട് ഇറ്റ് ഈസ് ഹൈലി സിറ്റുവേഷൻ ബേസ്ഡ്, ജെൻഡർ ബേസ്ഡ്. പക്ഷേ എന്നാലും സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടും ജെൻഡർ ബേസ്ഡ് ആയിട്ടും ചില ചേഞ്ചസ് കാണാൻ സാധിക്കും. ആൻഡ് ഇന്ത്യൻ സൈക്കി has a high capacity to endure contradictions and discrepancies. Thus, it becomes an individualist collective society. ഇപ്പം ഇന്ത്യ നമ്മൾ പറയുന്നത് ഇൻഡിവിജ്വലിസ്റ്റ് കളക്റ്റീവ് സൊസൈറ്റി എന്നാണ് നമുക്ക് പറയാൻ സാധിക്കും. An integration of both traditionally collectivist and Western individualistic has been observed in the Indian population. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇന്റഗ്രേഷൻ കാണാൻ സാധിക്കും. ഒരു ട്രഡീഷണലി നമ്മൾ നോക്കുമ്പോൾ ഒരു കളക്ടിവിസ്റ്റിക് കൾച്ചറിനെ നമ്മൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു വെസ്റ്റേൺ ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഒരു ഇന്റഗ്രേഷൻ ആണ് ഇന്ത്യൻ പോപ്പുലേഷൻ. നമ്മൾ ഇൻഡിവിജ്വലിസം ഓർ ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അവരെങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, അവരുടെ സെൽഫിനെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, സിറ്റുവേഷൻസിനെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ മോട്ടിവേഷൻ, ഇതെല്ലാമാണ് പറയുന്നത്. അപ്പം അത് വെച്ചിട്ട് ഒരു ഔട്ട്കം ആണ് പറയുന്നത് സെൽഫ് പെർസെപ്ഷൻ. അപ്പം അവരെങ്ങനെ പെർസീവ് സെൽസ് ഇൻ ടേംസ് ഓഫ് ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൽസ്, നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, അതാണ് ഞാൻ എന്നാണ് അവർ ചിന്തിക്കുന്നത്. Then social explanation എങ്ങനെയാണ്? Assume individualism of others and attribute behaviors to dispositional factors, largely ignoring situational control. ഇപ്പൊ നോക്കുക, സോഷ്യൽ എക്സ്പ്ലനേഷൻ അവരെങ്ങനെയാണ് കൊടുക്കുന്നത്, എന്താണോ അതിനാണ് അവർ കൂടുതലും വെയിറ്റേജ് കൊടുക്കുന്നത്.
ലാർജ്ലി ഇഗ്നോറിങ് സിറ്റുവേഷണൽ കൺട്രോൾ. അപ്പോൾ സിറ്റുവേഷണൽ ഫാക്ടേഴ്സിന് അവർ അത്രയും വെയിറ്റേജ് കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്താ, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി അവരെ സംബന്ധിച്ചോളം കൂടുതലായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നത് എന്താ, അവിടെ ആരിലേക്കാണ് ഇത് അടിച്ചേൽപ്പിക്കാൻ സാധിക്കുക, അവരിൽ അടിച്ചേൽപ്പിച്ചിട്ട് നമ്മൾ ഫ്രീ ആവുക എന്നുള്ളത്. പക്ഷെ ഇവരെ സംബന്ധിച്ചോളം ഇവരുടെ പോരായ്മ ആണോ എങ്കിൽ അത് ആദ്യം പറഞ്ഞിട്ട് അതിനെ മോഡിഫൈ ചെയ്യാനാണ് നോക്കുന്നത്. അവിടെ ദേ ലാർജ്ലി ഇഗ്നോർ സിറ്റുവേഷണൽ കൺട്രോൾ. ദെൻ അടുത്തത് മോട്ടീവ് ടു അച്ചീവ്. സോ ഡിസയർ ടു അച്ചീവ് കണക്റ്റഡ് ടു പേഴ്സണൽ ഗോൾസ് ഓഫ് സ്ട്രൈവിങ് ഫോർ സക്സസ്. അപ്പം അവിടെ നമ്മളൊരു പേഴ്സണൽ ഗോൾസിനാണ് നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. ഡിസയർ ടു അച്ചീവ് കണക്റ്റഡ് ടു പേഴ്സണൽ ഗോൾസ് ഓഫ് സ്ട്രൈവിങ് ഫോർ സക്സസ് ആൻഡ് അച്ചീവ്മെന്റ് ഓറിയന്റേഷൻ ഈസ് അൺറിലേറ്റഡ് ടു അഫിലിയേഷൻ ഓറിയന്റേഷൻ. അപ്പോൾ അവിടെ അച്ചീവ്മെന്റിനാണ് നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് ദാൻ അഫിലിയേഷൻ. അഫിലിയേഷൻ എന്ന് പറയുന്നത് നീഡ് ടു ബി ലൈക്ഡ്, ആ ഒരു ഓറിയന്റേഷനിലല്ല നമ്മൾ വർക്ക് ചെയ്യുക. അപ്പം അവരുടെ ഇപ്പം നമ്മുടെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും എന്നെ സ്നേഹിക്കണം, ഞാൻ എല്ലാവരും സ്നേഹിക്കും എന്ന് പറയുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾ അല്ല അവർ ഹോൾഡ് ചെയ്യുന്നത്. മറിച്ച് അവർ അച്ചീവ്മെന്റ് ആണ് അവരുടെ ഓറിയന്റേഷൻ. ആ രീതിയിലാണ് അവരുടെ ഓറിയന്റേഷൻ. ഇവിടെ നമ്മൾ ഒരു അച്ചീവ്മെന്റ് വരുമ്പോൾ ഇല്ല ഞാൻ ഇങ്ങനെ അച്ചീവ് ചെയ്തതിന് അത് അവർക്ക് ബുദ്ധിമുട്ടാവോ, അല്ലെങ്കിൽ ഇവരെ എന്ത് വിചാരിക്കും, ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് അവരുടെ ഒരു ഓറിയന്റേഷൻ പോകുന്നത്. നോക്കുക, ഇത് തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ഔട്ട്കംസ് ഫോർ ഇൻഡിവിജ്വലിസം ആൻഡ് ഔട്ട്കംസ് ഫോർ കളക്ടിവിസം. ഇപ്പൊ സെൽഫ് പെർസെപ്ഷൻ നോക്കുക, പെർസീവ് സെൽസ് ഇൻ ടേംസ് ഓഫ് ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്, സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ആൻഡ് ഔട്ട്കംസ് ഫോർ കളക്ടിവിസം എന്ന് പറയുമ്പോൾ പെർസീവ് സെൽസ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ദെയർ സോഷ്യൽ റിലേഷൻ. ഞാൻ ആരുടെ അമ്മയാണ്, അല്ലെങ്കിൽ ഞാൻ ആരുടെ മകനാണ്, ആരുടെ മകളാണ്, ഞാൻ എവിടെ ജോലി ചെയ്യുന്നു, ഇതനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ സോഷ്യൽ റിലേഷൻസ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെ പെർസീവ് ചെയ്യുന്നത്. അടുത്തത് സോഷ്യൽ എക്സ്പ്ലനേഷൻ. സോ അസ്യൂം ഇൻഡിവിജ്വലിസം ഓഫ് അതേഴ്സ് and attribute behaviors to largely dispositional factors, largely ignoring situational controls. പക്ഷെ ഇവിടെ വരുമ്പോൾ കളക്ടിവിസ്റ്റ് കൾച്ചറിൽ വരുമ്പോൾ എക്സ്പ്ലെയിൻസ് അതേഴ്സ് ബിഹേവിയർ ഇൻ കോണ്ടെക്സ്റ്റ്, സ്പെസിഫിക് ടേംസ് ആൻഡ് ടെൻ ടു ആട്രിബ്യൂട്ട് ദം ടു സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. അപ്പോൾ സിറ്റുവേഷനാണ് അവിടെ കൂടുതലും വെയിറ്റേജ് കൊടുത്തിട്ടാണ് പോകുന്നത്. അടുത്തത് മോട്ടിവേഷൻ ടു അച്ചീവ്, ദ ഡിസയർ ടു അച്ചീവ് കണക്റ്റഡ് ടു പേഴ്സണൽ ഗോൾസ്. മറ്റവിടെ എങ്ങനെയാണ്, അച്ചീവ്മെന്റ് ഓറിയന്റേഷൻ റിലേറ്റഡ് ടു അഫിലിയേഷൻ ഓറിയന്റേഷൻ, ഹാവിങ് സോഷ്യൽ ഗോൾസ്. അതുപോലെ അവരുടെ എക്സ്പെക്ടേഷനും ഒബ്ലിഗേഷനും ഒക്കെയാണ് വരുന്നത്. അടുത്തത് സെൽഫ് എൻഹാൻസ്മെന്റ്. അപ്പം നമ്മളെ മെച്ചപ്പെടുത്തണമെങ്കിൽ അവരെങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഔട്ട്കം ഫോർ ഇൻഡിവിജ്വലിസം എക്സ്പ്ലിസിറ്റ് സെൽഫ് എൻഹാൻസ്മെന്റ്. പുറമേക്ക് നമ്മൾ കാണിക്കും നമ്മളുടെ കഴിവ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ മെച്ചപ്പെടാൻ പറ്റുന്നല്ലേ. സോ എക്സ്പ്ലിസിറ്റ് സെൽഫ് എൻഹാൻസ്മെന്റ് ആട്രിബ്യൂട്ട് പേഴ്സണൽ സക്സസ് ടു ഇന്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് ഫെയിലിയേഴ്സ് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇപ്പൊ സെൽഫ് എൻഹാൻസ്മെന്റ്സിൽ പറയുന്നത് എന്താ, ഞാൻ സക്സസ് ആയി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് മീ, ആൻഡ് എനിക്ക് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ കളക്ടിവിസ്റ്റ് സെറ്റിംഗിൽ നോക്കുമ്പോൾ ഇൻ എക്സ്പ്ലിസിറ്റ് സെറ്റിംഗ് ഡിസ്പ്ലേ ദ ഓപ്പോസിറ്റ് ഓഫ് സെൽഫ് സർവിങ് ബയസ് ആൻഡ് ഇംപ്ലിസിറ്റ് സെൽഫ് എൻഹാൻസ്മെന്റ് ഈസ് ഫൗണ്ട്. ദെൻ അടുത്തത് സോഷ്യൽ ഇംപ്ലിക്കേഷൻ ഓഫ് ഇമോഷൻ. ഇപ്പൊ സോഷ്യലി ഡിസെൻഗേജ്ഡ് ഇമോഷൻസ് ആണെങ്കിൽ അതാണ് അവിടെ വരിക. പ്രൈഡ് ആൻഡ് supremacy caused by success and anger and frustration from shortcomings. Then അടുത്തത് സോഷ്യലി എൻഗേജ്ഡ് ഇമോഷൻസ് എന്തൊക്കെയാണ്, പോസിറ്റീവ് അഫെക്ഷൻ ആൻഡ് റെസ്പെക്ട്, നെഗറ്റീവ് ഇൻഡെപ്റ്റഡ്നെസ് ആൻഡ് ഗിൽറ്റ്. ഓക്കെ. ദെൻ അടുത്തത് സോഷ്യൽ ഇംപ്ലിക്കേഷൻ ആൻഡ് ഇൻഡിജീനിയസ് ഇമോഷൻസ്. സോ മോർ പേഴ്സണൽ or private phases of emotions are salient and fostered, although social undertone is present. മറ്റവിടെ കളക്ടിവിസം കൾച്ചറിൽ certain unique indigenous emotion related social and public phases of emotion are observed. Then അടുത്തത് happiness നോക്കുക. happiness or good general good feelings associated more with socially disengaged emotions. അപ്പം സോഷ്യലി അവർ ഡിസെൻഗേജ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ അവരുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അവർ വിതിനായിട്ട് കാണുന്നു. ഹാപ്പിനെസ് ഓർ ജനറൽ ഗുഡ് ഫീലിങ്സ് അസോസിയേറ്റഡ് മോർ വിത്ത് സോഷ്യലി ഡിസെൻഗേജ്ഡ് ഇമോഷൻസ്. സോഷ്യലി ഡിസെൻഗേജ്ഡ് ഇമോഷൻസിലാണ് അവർക്ക് ഹാപ്പിനെസ് കാണാൻ സാധിക്കുന്നത്. അസമയം മറ്റവിടെ എങ്ങനെയാണ്, അസോസിയേറ്റഡ് മെജർലി വിത്ത് സോഷ്യലി എൻഗേജ്ഡ് ഇമോഷൻസ്. മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മളുടെ ഹാപ്പിനെസ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റീസ്. ഇപ്പം നമ്മൾ പല കൾച്ചറിൽ വരുമ്പോൾ നമ്മൾ പല ലെവലിലാന്ന് പറഞ്ഞു, യൂണിറ്റ്സ്, സബ് യൂണിറ്റ്സ്, ഗ്രൂപ്പ്സ് എന്നൊക്കെ പറഞ്ഞു. സോ അപ്പോൾ അവരൊരു ഇൻട്രാ പേഴ്സണൽ ലെവലിൽ നമ്മളെ നോക്കുക മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റീസ് എങ്ങനെയാണ്.
Competent identification with multiple cultures was found to have positive outcomes for adjustment in psychological as well as socio-cultural domains. And the positive acculturation that would lead to such findings could be an outcome of internal factors. And external factors such as state policies discouraging prejudice. ഓക്കെ, അതാണ് ഇൻട്രാപേഴ്സണൽ വരുന്നത്. ദെൻ ഇന്റർപേഴ്സണൽ വരുന്നത് നോക്കുക. ഇന്റർപേഴ്സണൽ ലെവൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻഫ്ലുവൻസസ് ബ്രോഡ്ലി റെഫേഴ്സ് ടു ദ ഐഡന്റിറ്റി ദാറ്റ് അതേഴ്സ് ഫോക്കസ്. കളക്റ്റീവ് ലെവലിൽ പറയുമ്പോൾ എന്താ, മൾട്ടി കൾച്ചറലിസ്റ്റ് പോളിസീസ് എംഫസൈസ് ദ പ്രിസർവേഷൻ ഓഫ് ദ മൾട്ടിപ്പിൾ കൾച്ചേഴ്സ്. ഇപ്പം മൾട്ടിപ്പിൾ കൾച്ചേഴ്സിന്റെ ഒരു പ്രിസർവേഷൻ ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഇൻ ദെയർ ഒറിജിനൽ എസെൻസ് pertaining to traditions and communities. And Indian intercultural policies എന്ന് പറയുമ്പോൾ they are the result of dissatisfaction. നമുക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ വരുന്നു ഫ്രം multiculturalist policies as they later could hamper national harmony. അപ്പം അവിടെ ഒരു നാഷണൽ ഹാർമണിയെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ കൺസിഡർ ചെയ്യും. അടുത്തത് സോഷ്യൽ ബിഹേവിയർ അക്രോസ് കൾച്ചർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോ കൾച്ചറിൽ എത്തുമ്പോൾ സെൽഫ് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ സോഷ്യൽ ബിഹേവിയേഴ്സ് നമ്മൾ അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. സോ കൾച്ചർ ഹാസ് മച്ച് കൺട്രോൾ ഓൺ ഹൗ മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി പെർസീവ്. അപ്പം ഒരു സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുക, ഏത് രീതിയിലാണ് പെർസീവ് ചെയ്യേണ്ടത് എന്നുള്ളതിന് കൾച്ചറിന് നല്ലൊരു കൺട്രോൾ ഉണ്ട്. Okay, perceive, bond or interact with each other as well as how they interact with the outgroup. And the cross-cultural differences in dynamics of group membership. അതിൽ പറയുന്നത് എന്താണ്, ക്രോസ് കൾച്ചർ ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ അത് സ്റ്റെബിലിറ്റിയിൽ വരാം, ദെൻ കമ്മ്യൂണിക്കേഷനിൽ, ഇന്ററാക്ഷനിൽ, അറ്റാച്ച്മെന്റിലും എല്ലാം ആ ഒരു ഡിഫറൻസസ് കാണാൻ സാധിക്കും. സോ അതാണ് ക്രോസ് കൾച്ചർ ഡിഫറൻസസ് ഇൻ ഡൈനമിക്സ് ഓഫ് ഗ്രൂപ്പ്. ദെൻ ഇൻ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ വേഴ്സസ് ഇൻ ഗ്രൂപ്പ് ബയസ്. അപ്പം ഇതിൽ പറയുന്നത് എന്താ, നമ്മളുടെ ഗ്രൂപ്പ് വലുത് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് നല്ലത്, മറ്റേ ഗ്രൂപ്പ് മോശം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് വരുന്നുണ്ട്. അപ്പം അതിനാണ് നമ്മൾ ഇൻ ഗ്രൂപ്പ് ബയസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അത് ഇല്ലാണ്ടാക്കാനായിട്ട് മാക്സിമം നമ്മൾ കോണ്ടാക്ട് വെക്കുക, വേറൊരു ഗ്രൂപ്പിനെ പറ്റിയിട്ട് നമുക്ക് നല്ലൊരു അറിവുണ്ടാക്കുക എന്നുള്ളതാണ് കാര്യം. അടുത്തത് ആട്രിബ്യൂഷൻ. ആട്രിബ്യൂഷനിൽ പറയുന്നത് കോസസ് ബിഹൈൻഡ് ബിഹേവിയർ, അതായത് ഒരു പെർട്ടിക്കുലർ കോസിന്റെ മുമ്പ് എന്താണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇറ്റ്സ് കോസ് ബിഹൈൻഡ് ബിഹേവിയർ. ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഉണ്ടാവുന്നു, ആ ബിഹേവിയറിന്റെ റീസൺ എന്താണ്. അപ്പം അത് ആട്രിബ്യൂഷനിൽ നമ്മളിപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ആണോ ഡിസ്പൊസിഷണൽ ഫാക്ടേഴ്സ് ആണോ എന്നുള്ളത് നമ്മൾ ഓൾറെഡി അത് നമ്മൾ പഠിച്ചതാണ് ആട്രിബ്യൂഷൻ. ദെൻ അടുത്തത് എറേഴ്സ് പറയുമ്പം അവിടെ ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ. അപ്പം എനിക്കൊരു തോൽവി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയിൽ ഞാനൊരു ഫെയിലിയർ ആണെങ്കിൽ അതിന്റെ കാരണം എൻ്റെ തന്നെ സ്കിൽസും എൻ്റെ തന്നെ റെസ്പോൺസിബിലിറ്റീസും കുറവായതുകൊണ്ടാണ് എന്ന് നമ്മൾ പറയുന്നതാണ് നമ്മളുടെ ആ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചർ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് നേരെ ഓപ്പോസിറ്റ് പറയുന്നതാണ് ഇപ്പൊ എറർ എന്ന് പറഞ്ഞത്. ദെൻ സെൽഫ് സെർവിങ് ബയസ്. അവിടെ എനിക്ക് നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഗുണം കൊണ്ടാണെന്നും മറ്റുള്ളവർക്ക് നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പുണ്ടാണ്, അത് മറ്റുള്ള സിറ്റുവേഷൻ ഫാക്ടേഴ്സും ആണെന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് ഡിഫെൻസീവ് ആട്രിബ്യൂഷൻ. ഡിഫെൻസീവ് ആട്രിബ്യൂഷനിൽ എനിക്ക് എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ എനിക്ക് എപ്പോഴും മോശമായിട്ടുള്ള കാര്യങ്ങളെ സംഭവിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ഡിപ്രഷനുള്ള ആൾക്കാർ അവരെപ്പോഴും ഈ രീതിയിലായിരിക്കും ചിന്തിക്കുക മോശമായതുകൊണ്ട് ആട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ. ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തസിസിൽ പറയുന്നത് ഞാൻ നല്ലതായതുകൊണ്ട് എനിക്ക് നല്ലതേ സംഭവിക്കുള്ളൂ, മോശമായവർക്കാണ് മോശം സംഭവിക്കുക എന്ന് പറയുന്നതാണ് ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തസിസ്. ഇതൊക്കെയാണ് ആട്രിബ്യൂഷനിൽ വരുന്ന എറേഴ്സ് എന്ന് പറഞ്ഞാൽ. അടുത്തത് അഗ്രഷൻ. അപ്പൊ അഗ്രഷനിൽ പറയുന്നത് ബിസൈഡ് ജെനറ്റിക് ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ഹാവ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഓവറോൾ പെർസെപ്ഷൻ, എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് അഗ്രഷൻ ഇൻ എ കൾച്ചർ. അപ്പം ഒരു അഗ്രഷൻ ആൻഡ് കളക്ടിവിസ്റ്റ് വേഴ്സസ് ഇൻഡിവിജ്വൽസ് സൊസൈറ്റി, എക്കണോമിക് സിറ്റുവേഷൻ, വാർ, ഡെമോക്രാറ്റിക് വേഴ്സസ് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് സൊസൈറ്റി, ഇതെല്ലാം ആണ് അഗ്രഷന്റെ റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് പേഴ്സൺ, പെർസെപ്ഷൻ, അട്രാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ്. അപ്പം നമ്മളെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, മറ്റുള്ളവരെ കണ്ടിട്ട് അത് വെച്ചിട്ട് നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് പേഴ്സൺ പെർസെപ്ഷൻ. ദെൻ നമ്മളുടെ ഒരു രീതി എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ദെൻ അട്രാക്ഷൻ, ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ തോന്നുന്നത്, അത് ഒരു കൾച്ചറിൽ തോന്നുന്ന ഒരു ലെവൽ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ലെവൽ ഓഫ് എക്സ്പ്രഷൻ ബിറ്റ്വീൻ ദ അട്രാക്റ്റഡ് പീപ്പിൾ ആയിരിക്കില്ല വേറൊരു കൾച്ചറിൽ വരിക. സോ അട്രാക്ഷൻ. ദെൻ റിലേഷൻഷിപ്പ്.
അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തരുമായിട്ട് വരാം. ദെൻ പ്രൈമസി എഫക്ട്, നമ്മൾ ആദ്യം കേൾക്കുന്നത് എന്താണോ അത് നമ്മളെ ബാധിക്കുന്നതിനാണ് പ്രൈമസി എഫക്ട് എന്ന് പറയുന്നത്. ദെൻ റീസൻസി എഫക്ട്, നമ്മൾ അവസാനം കേൾക്കുന്നത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് റീസൻസി എഫക്ട്. ദെൻ ഫേഷ്യൽ റെക്കഗ്നീഷനിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അപ്പോൾ അതും സോഷ്യൽ ബിഹേവിയർ ആണ്. അപ്പോൾ അത് ഓരോ കൾച്ചറിനനുസരിച്ച് ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസിലൊക്കെ വ്യത്യാസം ഉണ്ടാകും, അതനുസരിച്ച് നമുക്ക് ആ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നല്ലേ. ദെൻ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ടുവേർഡ്സ് സെയിം റിലീജിയൻ, ഒരേ റിലീജിയനിലുള്ളവരോട് നമുക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുക. And more importantly, people with intercultural dating experience had significantly higher level of creativity than those with exclusive intracultural dating experience. ഇതിൽ വേറൊരു അട്രാക്ഷനെ ബേസ് ചെയ്ത് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു മോർ ഇമ്പോർട്ടൻ്റ്ലി പീപ്പിൾ വിത്ത് ഇന്റർകൾച്ചറൽ ഡേറ്റിംഗ്, ഇപ്പം ഇന്റർകൾച്ചർ ഒരു കൾച്ചർ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ, അപ്പോൾ അവർക്കൊരു ഡേറ്റിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം അവിടെ ഒരു സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ലെവൽ ഓഫ് ക്രിയേറ്റിവിറ്റി ആണ് വരുന്നത് ദാൻ ഇൻട്രാ കൾച്ചർ, നമ്മൾ വിതിൻ ദ കൾച്ചർ ഡേറ്റിംഗ് എക്സ്പീരിയൻസിനെ വെച്ച് നോക്കുമ്പോൾ. ദസ് ലോങ് ടേം ഇന്റർ കൾച്ചറൽ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് എ ഹിസ്റ്ററി ഓഫ് ഇന്റർ കൾച്ചറൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഹാവ് സിഗ്നിഫിക്കൻറ്റ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ പീപ്പിൾ. ആ കൾച്ചറൽ ഡിഫറൻസസ് നമുക്ക് എങ്ങനെയൊക്കെ അറിയാൻ സാധിക്കും, നമ്മളിപ്പോൾ വേറൊരു കൺട്രിയിലേക്ക് പോകുമ്പം അവരുടെ ഈറ്റിംഗ് സ്റ്റൈൽ, ദെൻ അവരുടെ സ്പീക്കിംഗ് സ്റ്റൈൽ, അവരുടെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന അവരുടെ ഫുഡ് സ്റ്റൈൽ, ദെൻ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, അവരുടെ ആ ഒരു നാട്ടിൽ ഉള്ളൊരു ഫ്രീഡം എങ്ങനെയാണ് വരുന്നത്, അവരുടെ ഒരു എസ്പെഷ്യലി നമുക്ക് വിമനിൽ നമുക്ക് കൃത്യമായിട്ട് അത് അറിയാൻ പറ്റും, വിമൻ ഇൻ കൾച്ചർ ആൻഡ് ഹൗ ദാറ്റ് കൾച്ചർ ഹൗ കൊടുക്കുന്ന ഒരു പെർട്ടിക്കുലർ സംസ്കാരത്തിൽ അവിടെ കൊടുക്കുന്ന ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇതെല്ലാം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് പെർസീവ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ ദ കൾച്ചർ ഇൻ വിച്ച് വി ലിവ് എന്നുള്ളതാണ്. ദെൻ കൾച്ചറിൻ്റെ ഒരു മീനിങ്ങും ഡെഫിനിഷനും നമ്മൾ പറഞ്ഞു. അതിന് മുന്നേ ഒരു പെർസ്പെക്റ്റീവ്സ് ഓഫ് കൾച്ചർ പറഞ്ഞു, അല്ലാതെ ഡിസ്ക്രിപ്റ്റീവ് പെർസ്പെക്റ്റീവ് ഓഫ് കൾച്ചർ, ഹിസ്റ്ററിക്കൽ പെർസ്പെക്റ്റീവ്, നോർമേറ്റീവ് പെർസ്പെക്റ്റീവ്, സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് കൾച്ചർ, ദെൻ സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ് ആൻഡ് ജെനറ്റിക് പെർസ്പെക്റ്റീവ് പറഞ്ഞു. ദെൻ കൾച്ചറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. കൾച്ചറിൻ്റെ ഡെഫിനിഷൻ നമ്മൾ 2008 മത്സുമോട്ടോ ആൻഡ് ജുവാങ് തന്നിരിക്കുന്ന ഡെഫിനിഷൻ പഠിക്കുക. കൾച്ചർ ഇസ് എ ഡൈനമിക് സിസ്റ്റം ഓഫ് റൂൾസ്, ഡൈനമിക് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്, അത് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളതും വരുന്നുണ്ട്, ഇംപ്ലിസിറ്റ് ആയിട്ടുള്ളതും വരുന്നുണ്ട്. ആൻഡ് എസ്റ്റാബ്ലിഷ് ബൈ ഗ്രൂപ്പ്സ് ഇൻ ഓർഡർ ടു എൻഷുർ ദെയർ സർവൈവൽ ഇൻവോൾവിംഗ് ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ബിലീഫ്സ്, നോംസ് ആൻഡ് ബിഹേവിയേഴ്സ്. Then components of cultural dynamic culture, system of rules, groups and units, ensuring survival of the group, psychological and behavioral components, individual differences transmitted from one generation to next, and inevitable changes over time. ദെൻ എൻകൾട്രേഷൻ എന്താണ്, അക്കൾട്രേഷൻ. എൻകൾട്രേഷൻ എന്ന് പറയുമ്പം നമ്മളുടെ തന്നെ കൾച്ചറിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് എൻകൾട്രേഷൻ. അക്കൾട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു കൾച്ചറിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യുന്നതാണ് അക്കൾട്രേഷൻ എന്ന് പറയുന്നത്. അക്കൾട്രേഷനിലാണ് കൂടുതലും കോൺഫ്ലിക്ട്സ് സംഭവിക്കുക. ദെൻ എൻകൾട്രേഷനിൽ വരുന്ന മേജർ ഏജൻസ് ഏതൊക്കെയാണെന്ന് നോക്ക്. ഒന്ന് പേരൻസ് ആൻഡ് സിബ്ലിങ്സ്, അതിൽ തന്നെ പേരൻറ്റിങ് സ്റ്റൈല്, മെറ്റേണൽ എക്സ്പെക്ടേഷൻ, സ്ലീപ്പിംഗ് അറേഞ്ച്മെൻറ്റ്സ്, നമ്പർ ആൻഡ് കെയറിങ് ഓഫ് സിബ്ലിങ്സ്. ദെൻ അടുത്തത് വരുന്നത് എക്സ്റ്റെൻഡഡ് ഫാമിലി, ജോയിൻറ്റ് ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് പറയുന്നത്. ദെൻ പിയർ റിലേഷൻസ്, എഡ്യൂക്കേഷൻ, റിലീജിയൻ. ദെൻ അടുത്തത് സെൽഫ് അക്രോസ് കൾച്ചർ, സെൽഫില് കൾച്ചർ വൈസ് ഡിഫറൻസസ് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റിയിൽ വരുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് സെൻസ് ഓഫ് സെൽഫ് ആയിരിക്കും. ദെൻ കളക്ടിവിസ്റ്റിക് സൊസൈറ്റിയിൽ എന്ന് പറയുമ്പോൾ ഇന്റർ ഡിപ്പെൻഡൻറ്റ് സെൻസ് ഓഫ് സെൽഫ് ആയിരിക്കും. അതനുസരിച്ചിട്ട് നമ്മളുടെ എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാകും. നമ്മുടെ സെൽഫ് പെർസെപ്ഷനിൽ സെൽഫ് സോഷ്യൽ എക്സ്പ്ലനേഷൻ, മോട്ടിവേഷൻ ടു അച്ചീവ്, സെൽഫ് എൻഹാൻസ്മെൻറ്റ്, സോഷ്യൽ ഇംപ്ലിക്കേഷൻ ഓഫ് ഇമോഷൻ, സോഷ്യൽ ഇംപ്ലിക്കേഷൻ ആൻഡ് ഇൻഡിജീനസ് ഇമോഷൻസ്, ഹാപ്പിനെസ്, ഇതിലൊക്കെ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ദെൻ മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റീസ്, നമ്മൾ ഓരോ കൾച്ചറിലിരിക്കുമ്പോഴും നമ്മുടെ ഐഡന്റിറ്റീസിൽ വ്യത്യാസം ഉണ്ടാവും. സോ ഇൻട്രാപേഴ്സണൽ, ഇന്റർപേഴ്സണൽ ആൻഡ് കളക്റ്റീവ് ലെവൽ. ദെൻ സോഷ്യൽ ബിഹേവിയർ അക്രോസ് കൾച്ചറിൽ ആട്രിബ്യൂഷൻ, അഗ്രഷൻ, ക്രോസ് കൾച്ചർ ഡിഫറൻസസ്, ഇൻ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ, ഇതെല്ലാം കാണാൻ സാധിക്കും. പെർസെപ്ഷൻ, അട്രാക്ഷൻ, റിലേഷൻഷിപ്പ് എല്ലാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്ന് അവസാനിച്ചു. ഇതോടുകൂടി ഈ ഒരു കോഴ്സിൻ്റെ ക്ലാസ് അവസാനിക്കുകയാണ്. സോ എല്ലാവരും പഠിക്കുക. നന്ദി, നമസ്കാരം.